അടുത്തത് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഈ വിനീതനെയാണ്. ബഹുമാനപ്പെട്ട ബാവുക്കുട്ടി ഹാജിയെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷനായി പേര് വച്ചാലും ബഹുമാനപ്പെട്ട ഹാജിയാർ ഒരധ്യക്ഷ പീഠത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്തിങ്ങനെ ഓടി നടക്കുന്ന ഒരു വ്യക്തിത്വം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ കർത്തവ്യം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങളെ, കാരണവന്മാരെ, മറ്റ് രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ദാറുൽ ഉലൂം അറബിക് കോളേജിൻ്റെ 6ാം സനദ്ദാന സമ്മേളനത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ വളരെ പവിത്രത നിറഞ്ഞതായ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കഴിഞ്ഞു പോകുന്നത്. ആ മാസത്തിൽ തന്നെ ഇതുപോലുള്ളൊരു മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഖത്തമുകളുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു സദസ്സായിട്ടാണ് ഇവിടെ തുടങ്ങിയത് തന്നെ. ഈ മജ്‌ലിസിൻ്റെ തുടക്കം തന്നെ ഒരു ഖിറാഅത്തിനേക്കാൾ ഉപരി 2 വിദ്യാർത്ഥികളുടെ 100 കണക്കിന് ഖത്തമുകൾ ഓതിയതിൻ്റെ ഒരു പൂർത്തീകരണത്തിലായിരുന്നു 3:30 മണിക്ക് ഈ സദസ്സ് ആരംഭിച്ചത്. കാരണം ഒരു വിദ്യാർത്ഥി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഏകദേശം 600-ൽ ചില്ലുവാനും പേജുകൾ കാണാതെ പഠിക്കണമെങ്കിൽ ഈ ഭൂമി ലോകത്ത് വേറെ അതുപോലുള്ള ഗ്രന്ഥങ്ങൾ അത്രയും പേജുകളുള്ളൊരു ഗ്രന്ഥം അതിൻ്റെ വള്ളി പുള്ളി തെറ്റില്ലാതെ കാണാതെ പഠിക്കണമെങ്കിൽ സാധ്യമാകുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ 600-ൽ ചില്ലുവാനും പേജുകൾ, 6666 ആയത്തുകൾ ചെറുപ്രായത്തിൽ 12ഉം 13ഉം വയസ്സുള്ള മക്കളത് പരിപൂർണമായിട്ടും പഠിച്ച് എടുക്കണമെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു മുഅ്ജിസത്ത് തന്നെയാണ്. നമുക്കറിയാം, ഈ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥികൾ എത്രത്തോളം ത്യാഗമാണ് ആ ഖുർആനിന് വേണ്ടി ചെയ്യുന്നത് എന്ന് ആ കുട്ടികൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ രാവും പകലും വ്യത്യാസമില്ലാതെ, മഴയും വെയിലും വ്യത്യാസമില്ലാതെ ഒരേ നിലയിൽ അവർക്ക് ഉസ്താദുമാർ അവരുടെ പിന്നാലെ നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രിക്കറ്റ് കളിച്ചും സൈക്കിൾ ചവിട്ടിയും മൊബൈലിൽ കളിച്ചും ഓടി നടക്കേണ്ട, നാട്ടിലൂടെ ഓടിപ്പാഞ്ഞ് നടക്കേണ്ട പ്രായത്തിൽ ആ കുട്ടികളെ കൊണ്ടുവന്ന് ഇതുപോലുള്ളൊരു കലാലയത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു രക്ഷിതാവ് ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അതാർക്കും അറിയിക്കാൻ പറ്റാത്ത നിലയിലുള്ള സൗഭാഗ്യമാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാക്കുമ്പോൾ ആ മാതാപിതാക്കൾ സഹിക്കുന്നതായ ത്യാഗോജ്വലമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ വീട്ടിൽ ഒരുമിച്ച് ഉണ്ണാനും ഒരുമിച്ച് ഉറങ്ങാനും ഒരുമിച്ച് ഉല്ലസിക്കാനും പോകുമ്പോൾ ആ കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട്, ഒരുപാട് ഉല്ലാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, ഒരുപാട് വിവാഹം പോലുള്ള സൽക്കാരങ്ങളുടെ ഊണുകൾ ഒഴിവാക്കിക്കൊണ്ട്, അതിനേക്കാൾ ഉപരി സ്വന്തം മകൻ അടുത്തില്ലല്ലോ എന്നുള്ളതായ വേദനയോടുകൂടി ഉറക്കം വരെ ഉപേക്ഷിക്കുന്നതായ ഉമ്മമാർ, എത്രയോ ഉമ്മമാർ. ഇങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചതിന് ശേഷമാണ് അവർക്ക് വലിയൊരു സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെയും ആഖിറത്തിലെയും മുതൽക്കൂട്ടാക്കി കൊടുക്കുന്നത്. വലിയൊരു സമ്പത്താണ് കൊടുക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിലേറ്റവും ഉത്തമർ, നബി തങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്.
ഡോക്ടറാകുന്നതിനേക്കാൾ, എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ, ഭൗതികമായ ഏത് പദവികൾ കരസ്ഥമാക്കുന്നതിനേക്കാളും ഉയർന്ന പദവിയിലെത്തുന്നത് ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. ഇതെൻ്റെ വാക്കല്ല, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വാക്കല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണിത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന്. സാധാരണ ഉമ്മമാര് അല്ലെങ്കിൽ വാപ്പമാര് വിചാരിക്കും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഹിഫ്ള് പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന്. ഒന്നുമായിട്ടില്ല. ഇന്നിവിടെ ഹിഫ്ള് പൂർത്തീകരിക്കുന്നതായ 12 മക്കൾ, ഹിഫ്ളിൻ്റെ സനത് വാങ്ങുന്ന 12 മക്കൾ, ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും ഖുർആനിൻ്റെ ഒരു LKGയിലേ എത്തിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് അവർ എത്തണമെങ്കിൽ അതിൻ്റെ തഫ്സീറുകൾ പഠിക്കണം, അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ നഹ്വും അതുപോലെ സർഫും അതിൻ്റെ ഗ്രാമറുകൾ പഠിക്കണം. എങ്കിലാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ അർത്ഥങ്ങൾ ശരിയായ നിലയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ചൊരു പരിഭാഷ എടുത്തു വച്ചിട്ട് ഖുർആൻ ഷരീഫിൻ്റെ മുഴുവൻ അർത്ഥം പഠിച്ചയാളാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അബദ്ധം തന്നെയാണ് പറയുന്നത്. കാരണം ഖുർആൻ ഷരീഫിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തഫ്സീർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ തഫ്സീർ മനസ്സിലാക്കണമെങ്കിൽ നഹ്വിൻ്റെയും സറഫിൻ്റെയും മന്തിക്കും മആനിയും എല്ലാ കിതാബുകളും നല്ല നിലയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ സബബുൻ നുസൂല്, ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം, അതിൻ്റെ അവതരണ പശ്ചാത്തലം എല്ലാം വ്യക്തമായി അറിയണമെങ്കിൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷമേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ ഹാഫിളായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു LKGയിൽ മാത്രമാണ് അവർ എത്തിയിട്ടുള്ളൂ. സാധാരണ രക്ഷിതാക്കൾ മനസ്സിലാക്കും, ഖുർആൻ മകനെ ഹാഫിളാക്കി ഇനി വേറെ എന്തെങ്കിലും ഭൗതികമായതായ വിദ്യ പഠിക്കാൻ വേണ്ടി അയക്കാമെന്ന്. ബഹുമാനമുള്ള രക്ഷിതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അത് വലിയ അബദ്ധത്തിൻ്റെ ചിന്തയാണ്, വലിയ മാരകമായ അപകടത്തിൽ ചെന്നെത്തുന്ന ചിന്തയാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹിഫ്ള് ചെയ്തില്ലെങ്കിൽ, ഹിഫ്ള് ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് അത് മറന്നു പോകാൻ സാധ്യതയുള്ള വഴികളിലേക്ക് ആ മക്കളെ തിരിച്ചു വിടുക എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾ ആ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ എൻ്റെ കയറിൽ നിന്നും ഊരിവിട്ടാൽ പോകുന്നതിനെ പോലെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് പോയി പോകും. അത് മനസ്സിലാകും. ഹിഫ്ള് പഠിച്ച മക്കൾക്ക് ഒരു മാസം എന്നല്ല, ഒരാഴ്ച കോളേജിൽ നിന്നും ലീവിന് വിട്ടുകഴിഞ്ഞാൽ, ഒരാഴ്ചത്തെ ലീവിന് വേണ്ടി അവരെ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരാ പഠിച്ച പാഠങ്ങളൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ ഈ ഉസ്താദുമാർ കഷ്ടപ്പെടണം, ആ മക്കൾ കഷ്ടപ്പെടണം. കാരണം അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു അന്തരീക്ഷമല്ല അവർക്കുള്ളത്. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതായ പാലെടുത്ത് പുറത്തു വച്ച് കഴിഞ്ഞാൽ അലരുന്നത് പോലെ ഈ 4 മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഖുർആനിനെ അവർ മടക്കി വെച്ച് അവിടെ ഇതിൽ നിന്നും അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ മുന്നിലേക്ക് കമ്പ്യൂട്ടറുകളും മൊബൈലുകളും അല്ലെങ്കിൽ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും എന്ന് വേണ്ട ആധുനിക മിഷനറികൾ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അവരുടെ മനസ്സുകൾ തിരിയുന്നതോടുകൂടി ഈ ഖുർആൻ അവരിൽ നിന്നും ഓടിപ്പോകുന്ന ഒരവസ്ഥ, മറന്നു പോകുന്നൊരവസ്ഥ ഇതീ ഇരിക്കുന്ന മക്കൾക്കെല്ലാം അറിയാം. ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് അവർക്ക് വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു ദിവസത്തെ ഒരു കല്യാണത്തിന് ഇവിടുത്തെ ഒരു ദിവസം ക്ലാസ് മുടക്കി പോയിട്ട് അവർ തിരിച്ചു വന്നാൽ പോലും അതിൻ്റേതായ കുറവ് അവരുടെ ആ ജീവിതത്തിൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഹിഫ്ളിൻ്റെ പഠനവും സ്കൂൾ വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പോകൽ ബുദ്ധിമുട്ടാണ് എന്ന് ഉസ്താദുമാർ പറയുന്നതും അതിന് താല്പര്യം കാണിക്കാത്തതും. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് സ്കൂളില്ലെങ്കിൽ ഖുർആൻ എങ്ങനെ പഠിപ്പിച്ചിട്ട് എന്താ പ്രയോജനം എന്നുള്ളതായ വലിയൊരു ആശങ്കയുടെ പേരിൽ, യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല, സ്കൂളില്ലെങ്കിൽ പിന്നെ അവിടെ വിട്ടിട്ട് കാര്യമില്ല. ഇവിടെ ഈ അഡ്മിഷൻ ചോദിക്കുന്ന പല രക്ഷിതാക്കളും ഇവിടെ നമ്മൾ അൽഹംദുലില്ലാഹ് ഖുർആനിൻ്റെ ഹിഫ്ള് കൊടുക്കുന്നത് വളരെ തർത്തീബായ നിലയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ മുൻഗണന പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഖുർആനിൻ്റെ ഹിഫ്ളിൻ്റെ ക്ലാസ് ഇന്നേ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഹിഫ്ള് പൂർത്തിയാക്കിയ ഇന്നേ സനത് വാങ്ങുന്ന 12 മക്കളിൽ
5 6 പേര് ഒറ്റ ദിവസം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ആദ്യം മുതൽ ഏകദേശം തജ്വീദോടുകൂടി ഓതിയിട്ട് 15 മണിക്കൂർ കൊണ്ട് ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഉസ്താദുമാരുടെ മുന്നിൽ അവർ ഓതി കേൾപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്കതിന് സാധിച്ചിട്ടുണ്ട്. വെളുപ്പിന് പ്രഭാതത്തിൽ 3:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3:30 മണിക്കൊരു ഉസ്താദിൻ്റെ മുന്നിൽ അവർ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കല്ലാതെ അവർ ആ ഉസ്താദിൻ്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. 8 ജുസുകൾ വീതം അല്ലെങ്കിൽ 9 ജുസ് 4 ഹിഫ്ളിന്റെ ഉസ്താദുമാർക്ക് വീതം വെച്ചു കൊടുക്കും ആ കുട്ടിയുടെ പാഠം കേൾക്കാൻ വേണ്ടി. അങ്ങനെ പാഠം കേട്ട് ഏകദേശം രാത്രി 11 മണി കഴിയും ആ കുട്ടികൾ ആ ഖത്തമ് പൂർത്തിയാക്കുന്നത്. അങ്ങനെ പൂർത്തിയാക്കി 5 മക്കൾ ഇന്ന് എത്രയുണ്ട്? 5 6 5 ഒറ്റ ദിവസം കൊണ്ട് ഖത്തം തീർത്തൊരു 5 പേരല്ലേ? 5 പേര് ഇന്ന് അൽഹംദുലില്ലാ സനത് വാങ്ങിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരും അതിന് പ്രാപ്തരായവരാണ്. കാരണം ബാക്കിയുള്ളവരുടെ ദൗറ തീർന്നിട്ടില്ല. നമ്മുടെ ഈ മദ്രസയുടെ ദൗറയുടെ രീതിയും അതേ രീതിയിൽ തന്നെയാണ്. 28 ജുസു പഠിച്ചതിന് ശേഷം 28 ജുസ് പൂർണ്ണമായി മനഃപ്പാഠമാക്കിയതിനു ശേഷം 5 ദൗറ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് 2 ജുസു പഠിപ്പിച്ച ഹിഫ്ള് പൂർത്തിയാക്കുന്നത്. ആ നിലയിൽ ഹിഫ്ള് പൂർത്തിയാക്കിയതാണ് ഇന്ന് 2 കുട്ടികൾ. അതിനുശേഷം വീണ്ടും 5 ദൗറയും കൂടി ചെയ്യിക്കും. അങ്ങനെ അൽഹംദുലില്ലാ 10, 16, 20 ദൗറകൾ വരെ ചെയ്ത മക്കൾ അൽഹംദുലില്ലാ ഇവിടെയുണ്ട്. അതുകൊണ്ട് അവരുടെ ഹിഫ്ളിൻ്റെ വിഷയത്തിൽ പക്കയാണ്. അവരുടെ ഹിഫ്ളിൻ്റെ വിഷയത്തിൽ 100% നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഉസ്താദന്മാർക്ക് ഉറപ്പാണ്. അവരെ കയറ്റി ഇമാമത്ത് നിർത്തിക്കഴിഞ്ഞാൽ യാതൊരു തെറ്റുമില്ലാതെ തപ്പലും തടവലുമില്ലാതെ കൃത്യമായിട്ടവർ ഖുർആൻ ഷരീഫ് ഓതുമെന്നുള്ളത് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം അൽഹംദുലില്ലാ നമ്മളിവിടെ മുൻഗണന കൊടുക്കുന്നത് ഹിഫ്ളിന് തന്നെയാണ്. എന്ന് വെച്ചാൽ സ്കൂളില്ല എന്നല്ല. സ്കൂളിന് വേണ്ടി നമ്മൾ ഈ 2 വർഷമായിട്ട് 2 സാറന്മാരെ അതിനു വേണ്ടി നിയമിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ക്ലാസ് ആ നിലയിലും സ്കൂളിൻ്റെ ക്ലാസ് ട്യൂഷൻ നിലയിൽ ഇവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. എങ്കിൽ പോലും മുൻഗണന പരിശുദ്ധമായ ഖുർആനിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് രക്ഷിതാക്കൾക്കുള്ള ആശങ്ക, ഈ മക്കളിങ്ങനെ ഖുർആൻ പഠിച്ചു, അതിനുശേഷം കിതാബ് പഠിച്ചു, ഒരു ആലിമായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താവും? എത്ര ഉസ്താദന്മാരുണ്ട് സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. പട്ടിണി കിടന്ന് മരിച്ചവർ എത്ര ഉസ്താദുമാരുണ്ട്? പട്ടിണി കിടന്ന് മരിച്ചവർ എത്ര ഉസ്താദുമാരുടെ വീട്ടിലുണ്ട്? മക്കൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുള്ള എത്ര ഉസ്താദുമാരുടെ ഇവിടെ ഒരൊറ്റ വീടുമില്ല. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. അല്ലാഹുവിനെ തവക്കുൽ ഏൽപ്പിച്ച് ജീവിക്കാൻ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നത്. ആ ഖുർആൻ ഒരാൾ പഠിച്ചു, ആ ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിച്ചു, അവൻ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടും. അവൻ്റെ റിസ്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിക്കാത്ത എത്രയോ ആളുകൾ വലിയ സമ്പന്നരായ ആളുകളുണ്ട്. എങ്കിൽ പഠിച്ച് വലിയ ഡിഗ്രിയും എടുത്ത് PGയും എടുത്ത് ആളുകൾ ഒരു ജോലി ചെയ്യാൻ നിർവാഹമില്ലാതെ, ഒരു വരുമാനത്തിനൊരു വഴിയില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. ദുനിയാവിൻ്റെ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കപ്പെട്ടതാണ്. അതൊരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമല്ല. ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് രൂപം കൊടുത്ത് 4 മാസമായി അതിലേക്ക് റൂഹ് ഓതുന്നതിന് മുമ്പ് തീരുമാനിക്കപ്പെടുന്നതാണ് ഈ കുട്ടി ഇവിടെ നിന്നെല്ലാം എന്തെല്ലാം സമ്പാദിക്കും, എന്തെല്ലാം ചെലവഴിക്കും, എത്ര നാൾ ജീവിക്കും, ഫുൾ ഡീറ്റെയിൽ അല്ലാഹ് തീരുമാനിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ കൊടുക്കുന്നത് തന്നെ. അതിൻ്റെ പേരിൽ ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് കുട്ടികളെക്കാൾ ഉപരി അവരുടെ കാരണവന്മാരെ ബേജാറിലാക്കുന്നത് മറ്റു ബന്ധുക്കളാണ്. ഒരു മോനുള്ളോ, അതിനെ കൊണ്ടുപോയി നിങ്ങൾ ഓതാൻ വിട്ടോ എന്നാ ചോദിക്കുന്നത്. ഒരു മോനുള്ളോ, അതിനെ കൊണ്ടുപോയി നിങ്ങൾ ഓതാൻ വിട്ടോ എന്നാ ചോദിക്കുന്നത്. ഒരു മോനുള്ളെങ്കിൽ നിർബന്ധമായിട്ടും ഓതാൻ വിടണം. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിപ്പിക്കണം, കിതാബ് പഠിപ്പിക്കണം. സ്വന്തം വാപ്പ മരിച്ചു കിടന്നാൽ, ഉമ്മ മരിച്ചു കിടന്നാൽ അതിൻ്റെ മയ്യത്ത് പരിപാലനം ചെയ്യാൻ പള്ളിയിലെ മൊല്ലാക്കയല്ല വിളിക്കേണ്ടത്. സ്വന്തം മക്കൾ കയറി കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിവുള്ള നിലയിൽ മക്കളായി തീരണം. അതാണ് സമ്പാദ്യം. ഇന്ന് അൽഹംദുലില്ലാ ഇവിടെ ഹിഫ്ളിൻ്റെ സനത് വാങ്ങിക്കുന്ന ഒരു മകൻ, ബഹുമാനപ്പെട്ട മർഹൂം അബ്ദുർ റസാഖ് മൗലവിയുടെ 3 ആൺമക്കൾ, മൂന്നാമത്തെ ആൾ ഇന്ന് ഇവിടുന്ന് സനത് വാങ്ങുന്നുണ്ട്. ഉസ്താദ് അവറുകൾ 2 മക്കളെയും ഹാഫിളാക്കി ആലിമാക്കിയതിനു ശേഷം അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക്, റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3ാമത്തെ മകൻ ഇന്ന് ഇവിടുന്ന് സനത് വാങ്ങുകയാണ്. 3 മക്കളെയും ഹാഫിളീങ്ങളാക്കി അവരെ ആലിമീങ്ങളാക്കണമെന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടി
എന്നോട് പലപ്പോഴും, എൻ്റെ സീനിയറായിട്ട് ജാമിയ ബദരിയിൽ പഠിച്ചയാളാണ്, പലപ്പോഴും പറയുമായിരുന്നു, അൻവർ മൗലവി മക്കളെയൊക്കെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണം, ആ വഴിയിൽ വിട്ടിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുമായിരുന്നു. ഈ മൂന്നാമത്തെ മകൻ്റെ സന്നദ്ധാനത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ, ആ മകൻ ഓതിയ ഓരോ ഹർഫിൻ്റെയും പ്രതിഫലം എന്നുവരെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് മകൻ ഓതുന്നോ, ആ മകൻ ആരെല്ലാം ഖുർആൻ ഷരീഫ് പഠിപ്പിക്കുന്നുവോ അതിൻ്റെ എല്ലാ നന്മ എത്ര പരമ്പരയായിട്ട് തലമുറയായിട്ട് പഠിപ്പിക്കുന്നു, അതിൻ്റെ എല്ലാം ഒരു മിസ്ൽ സവാബ് ആ കുട്ടിയുടെ പിതാവിൻ്റെ ഖബറിലേക്ക് ചെല്ലും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ വേറൊരു കുട്ടിയുമുണ്ട്, പറവൂരുള്ളതായ ഇനാമുൽ ഹക്ക് എന്നുള്ള കുട്ടി. ആ കുട്ടിയുടെ പിതാവും മരണപ്പെട്ടു പോയതാണ്. അവർക്കൊക്കെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ആ മക്കളെ ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആനിൻ്റെ വഴിയിൽ പറഞ്ഞു വിട്ടു. യാതൊരു നിരാശയുടെയും ആവശ്യമില്ല. മഹാന്മാരായ സഹാബാക്കൾ മക്കളെ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? സൂറത്തുൽ വാഖിയ പതിവായി ഓതിക്കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യമേ ഉണ്ടാകുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? സൂറത്തുൽ വാഖിയ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഖുർആൻ ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. ഇല്ലേ? നമ്മൾ തൽക്കീൻ ഓതി കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക, നിന്റെ ഇമാം ആരാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നേരെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കൊടുക്കുക. കുൽ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമു ദീനി ഖുർആനു ഇമാമി എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഖുർആന് ഇമാമി, ഖുർആനാണ് വഴികാട്ടി തരുന്നവൻ, ഖുർആനാണ് ഇമാമ്, ഖുർആനാണ് മാർഗദർശനം നൽകുന്നവൻ. അതുകൊണ്ട് ദിശാബോധം കൊടുക്കുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കുന്നതിൻ്റെ വലിയൊരു പരിശ്രമത്തിലും അത് പഠിപ്പിക്കുന്നതിൻ്റെ വലിയൊരു പരിശ്രമത്തിലുമാണ് അൽഹംദുലില്ലാഹ് ഈ ദാറുൽ ഉലൂം ഇവിടെ നിലനിന്ന് പോകുന്നത്. ഇതിനുവേണ്ടി പല നിലയിലും സഹകരണങ്ങൾ ചെയ്ത് ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം ഇരുലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഒത്തിരി നീട്ടുന്നില്ല, കാരണം കുറേ പരിപാടികൾ കഴിയാനുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 9:30 നമ്മുടെ പരിപാടിക്ക് സമാപ്തി കുറിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ നിലയിൽ നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൻ്റെ സ്വാഗത പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അജബ് ബാക്കവി MFP അവരുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദ്യമായി സദസ്സിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട്, ചെറിയൊരു തിരക്കിൽ പോയതിൻ്റെ ആവശ്യാർത്ഥം എത്താൻ സാധിച്ചില്ല. ആദ്യമായി സദസ്സിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക കാലഘട്ടത്തിൽ നമ്മളെപ്പോലെ ലോകജനത എല്ലാവരും ഒറ്റുനോക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കോളേജുകൾ, ഒരുപാട് ഡിഗ്രി നേടിയ ആളുകൾ, ഒരുപാട് പുതിയ ഡിഗ്രികൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ലോകത്ത് ഒരുപാട് ഡിഗ്രികൾ ഈ ഇടയായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ബിസിനസ് മേഖല എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, വിദ്യാഭ്യാസ മേഖലയെ വിശേഷിപ്പിക്കാൻ. അത്തരത്തിലുള്ള ഒരു പോക്കാണ് കാലഘട്ടത്തിൻ്റെ. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു രീതിയിലല്ല. ഇത്രയെല്ലാം വിദ്യാഭ്യാസ മേഖലകൾ, ഒരുപാട് ഡിഗ്രി വാങ്ങിയതായ ആളുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഓരോ ദിനം പ്രതി ദിവസങ്ങളിലും
പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ മേഖല ഓരോ ദിവസവും പുരോഗമിക്കുന്നത് പോലെ മാനുഷിക മൂല്യങ്ങൾ അവരിൽ പുരോഗമനം വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. കാരണം എന്തേ, നമുക്കറിയാം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാനിടയുണ്ടായി. വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുന്ന കുട്ടികൾ കഴിഞ്ഞു വരുമ്പോൾ ചില മിഠായിയുടെ പേരിൽ, അല്ലെങ്കിൽ ചിലരാകട്ടെ സ്ത്രീകളുടെ പേരിൽ എന്ന് വേണ്ട നമുക്ക് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്ന രീതിയിലുള്ള ഓരോരോ കാരണങ്ങൾക്ക് വേണ്ടി യുവതലമുറ അടികൂടുന്ന, അല്ലെങ്കിൽ വാശി പിടിക്കുന്ന, തമ്മിൽ പോരുതുന്ന ഒരു വാർത്തകൾ നമ്മൾ ഈ ഇടയായി കേൾക്കാനിടയുണ്ടായി. ഈ ഭൂമിലോകം ഇത്രയെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമനം പാലിച്ചിട്ടും ഇവർക്കെല്ലാം ഇത്തരത്തിലുള്ളൊരു പുരോഗമനം ഉണ്ടാകാത്തതിൻ്റെ കാരണമെന്തേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇത് കുറച്ച് നാളുകൾ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനൊരു പോംവഴി കണ്ടെത്തണം. വിദ്യാഭ്യാസ മേഖല എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിന് എന്താണ് ഒരു പോംവഴി, അല്ലെങ്കിൽ ഒരു പരിഹാരം എന്താണ് എന്നെല്ലാം അവർ അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ മനസ്സിലാക്കും. ഇത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, മനുഷ്യരിൽ മൂല്യബോധ്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കാരണം. കൂടെയുള്ളവൻ അതും ഒരു മനുഷ്യ ജീവിയാണ്, അല്ലെങ്കിൽ അവനക്കും വേദനിക്കും, അല്ലെങ്കിൽ അവനെ ഇപ്രകാരമാണ് അവനോട് പെരുമാറേണ്ടത് എന്നുള്ള അടിത്തറയിൽ പഠിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ പോലും ഇല്ലാത്ത, തീരെ തന്നെ മൂല്യബോധ്യമില്ലാത്ത ഒരു യുവതലമുറയാണ് ഉയർന്നു വരുന്നതെന്ന് ഇതിന് പോംവഴി തേടുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ മൂല്യബോധ്യങ്ങൾ അവർക്ക് എവിടെ നിന്ന് കിട്ടും? പണ്ടത്തെ നമ്മുടെ കാലഘട്ടത്തിലെല്ലാം, അല്ലെങ്കിൽ ഉലമാക്കൾ പറയുന്ന ഒരിതുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലെ ഉമ്മയാണ്. വാപ്പയെ പറയാത്തതിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വാപ്പ ജോലിയായി അല്ലെങ്കിൽ മറ്റുള്ള റിസ്കിൻ്റെ മാർഗങ്ങൾ തേടി പോകുന്നതിൽ കുട്ടിയുമായിട്ട് ഒരുപാട് നേരം സമയം ചിലവഴിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അവൻ്റെ അധ്യാപകൻ എന്ന് പറഞ്ഞ് ഉമ്മയെ നമുക്കെല്ലാം പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ യുവതലമുറ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വരുന്നത് കുട്ടികളെക്കാൾ അല്ലെങ്കിൽ മൂല്യബോധ്യമില്ലാത്തതായിരിക്കുന്ന ഒരു പേരൻസാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്നതാണെന്ന് തോന്നരുത്. അത് ഇസ്ലാമിൻ്റെ ഒരു ആദ്യ അധ്യാപനം ഉമ്മയിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ അത് കാണാൻ സാധിക്കുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് ആ ഉമ്മ പഠിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ പിതാവ് ആ ഒരു മൂല്യബോധ്യം കൈവരിച്ചിട്ടുണ്ടാകണം. നമ്മൾ തന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് പണ്ടത്തെ പല്ലാരിമംഗലം മേഖല എന്ന് പറയുമ്പോൾ തന്നെ ഉലമാക്കളുടെ നാട് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോൾ പോകെ പോകെ അങ്ങനെയൊന്നും കേൾക്കാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്രത്തോളം ദീനി മൂല്യബോധ്യങ്ങളുമായി ബന്ധപ്പെടുന്ന, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന ഒരു തലമുറ അതിങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മുടെ കുറ്റമല്ല. അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാലഘട്ടത്തിന് ശേഷം വരുന്ന ഓരോ കാലഘട്ടം കഴിയുന്തോറും ദുനിയാവ് ഇങ്ങനെ മ്ലേച്ഛമായി കൊണ്ടിരിക്കും. എത്രത്തോളം എന്നാൽ അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോൾ എൻ്റെ ഒരു സുന്നത്തിനെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ചെയ്തു പോരുന്ന ഒരാളുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ എന്നിലേക്ക് ഇഷ്ടപ്പെട്ടവൻ എന്നുപോലും അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം ഒരു റീലിങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ കാണാൻ സാധിച്ചു, അന്ത്യദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2027 അല്ലെങ്കിൽ 29 മഹദി ഇമാം പുറപ്പെടും, അന്ത്യനാളെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഏറ്റവും കൂടുതൽ ഒരു 30 സെക്കൻഡുള്ള വീഡിയോ വന്നു കഴിഞ്ഞാലും അതിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾ നോക്കുന്നത് അതിൻ്റെ കമൻറ്റ് ബോക്സാണല്ലോ. കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ
എത്രയും പെട്ടെന്ന് വരട്ടെ, വെയിറ്റിംഗ്, മഹദി ഇമാം വരാനായിട്ട് വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കമൻ്റ് ഇട്ടേക്കുന്നത് കണ്ടു. അത്രത്തോളം അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മഹദി ഇമാം വരുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, മനുഷ്യരാശിയുടെ അവസാനമാണ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ചിന്തയൊന്നും പോകാതെ ഈ ലോകത്തേക്ക് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും മഹദി ഇമാം വന്നാൽ എന്നുള്ളത് മാത്രമേ അവർ ഉറ്റുനോക്കുന്നുള്ളൂ. അപ്പോൾ അത്രത്തോളം വരുന്ന മൂല്യബോധ്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ എന്ന് ചെറിയ ക്ലാസ്സുകളിൽ പോലും പഠിക്കുന്ന ഇൽമുകൾ പോലും വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ഒരു ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പല്ലാരിമംഗലം മേഖലയെ സംബന്ധിച്ച് ഒരുപാട് ദീനീ സ്ഥാപനങ്ങളും ഇതേപോലെ ചെമ്പഴ, അടിവാട്, പല്ലാരിമംഗലം ദർസി സ്ഥാപനങ്ങളെല്ലാം ഒരുപാടുള്ളൊരു മേഖലയാണ്. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള ഒരുപാട് ദർസി മേഖലകൾ അന്യം നിന്നു പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ആ ഒരു സ്ഥാപനങ്ങളാണ് ഇങ്ങനെയുള്ള മൂല്യത ഇത് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇസ്ലാം ഒരിക്കലും അറിവിനെ രണ്ടായിട്ട് ഭൗതികം അല്ലെങ്കിൽ ആത്മീയം എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ വഖുൽ റബ്ബി സിദ്നി ഇൽമൻ, നിങ്ങൾ ഇൽമിനെ അധികരിപ്പിച്ച് തരണേ എന്ന് ചോദിക്കണേ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനോടുകൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ. അതാണ് അതിൻ്റെ എല്ലാം വ്യാഖ്യാനത്തിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേടുന്ന ഇൽമ് എപ്രകാരമുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പ്രൊഫസറായോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ളതായ സ്ഥാനമാനങ്ങളിലേക്ക് ഇൽമ കൊണ്ട് എത്തിച്ചേർന്നോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ആ ഇൽമെല്ലാം കരസ്ഥമാക്കിയിട്ട് നമുക്ക് അള്ളാഹുവിനെ പറ്റി ഭയം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാഹു തആല പറയുന്നുണ്ട്, എന്നെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്ന ഉലമാക്കളാണ്. എങ്ങനെയുള്ള ഉലമാ എന്നുള്ളതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഉലമാ എന്ന് പറയുമ്പോൾ അവന് തഖ്വയുണ്ടാകണം, വറാ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എല്ലാവിധ സുന്നത്തുകളെയും നിലനിർത്തുന്നവരാകണം. അങ്ങനെയുള്ള ഒരുപാട് വിശദീകരണങ്ങൾ ആ ഒരു ഉലമാഇന് പറയുന്നുണ്ട്. അല്ലാതെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡടിക്കാൻ, അല്ലെങ്കിൽ ഓഫീസ് റൂമിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡടിക്കാൻ ഇന്ന ഡിഗ്രി ഉള്ള ആളാണ് എന്നുള്ള രീതിയിലേക്ക് മാത്രം വിദ്യാഭ്യാസം കൈവരിക്കണം എന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു അള്ളാഹുവിനെ പറ്റിയുള്ളൊരു ഭയം പോലും ഇല്ലാത്തൊരു സമൂഹത്തിലേക്കാണ് ഇങ്ങനെയുള്ള ദീനീ കലാലയങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രാധാന്യം വരുന്നത്. അതെല്ലാവരും ഉൾക്കൊള്ളുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇവിടെ നിന്നും സനത് വാങ്ങുന്ന കുട്ടികൾ അവരുടെ സനത് അടിക്കുന്ന വേളയിൽ ആ സനദിൻ്റെ പേപ്പറിൽ ഇങ്ങനെ വായിക്കാനിടയുണ്ടായി, സ്ഥാപനത്തിൽ നിന്നുമുള്ള ഹിഫ്ളിൻ്റേതായിട്ടുള്ള പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ മാതാപിതാക്കളോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവരെ ഏറ്റെടുക്കണം, ഇവരെന്ത് ചെയ്യണം, ഇത്രയും നാൾ ഇവർ പഠിച്ചതിൻ്റെ അതേ മൂല്യബോധ്യത്തിൽ ഇവരെ കൊണ്ടുപോകാൻ നിങ്ങൾ സന്നദ്ധരാകണം. അതേപോലെ അല്ലാഹു തആല നിനക്ക് ഹിഫ്ളിൻ്റെ മാർഗം കാലാകാലം നിലനിർത്തി തരട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ആ സനദിൽ കാണാനിടയുണ്ടായി. അപ്പോൾ ഇനി ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പോരാട്ടമാണ് അവരുടെ ജീവിതത്തിലേക്കുള്ളത്. പഠിച്ച് ഖുർആനിൽ നിന്നും പഠിച്ച ഒരു ഹർഫ് അവരെങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിഭയാനകമായിട്ടുള്ള ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്. അത്രത്തോളം പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. കേവലം നിങ്ങൾ 1, 2, 3 വർഷം കൊണ്ട് പഠിച്ചിറങ്ങി ഹാഫിളായി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മകൻ ഹാഫിളായി എന്ന് മാത്രം പറയാൻ മാത്രമായിട്ട് ഈ ഒരു സമയത്തിനെ അല്ലെങ്കിൽ ഈ ഒരു പദവിയെ നിങ്ങൾ ഉപയോഗം ചെയ്യരുത് എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഉണർത്തുന്നു. അതേപോലെ തന്നെ എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ആശങ്കയാണ്, എൻ്റെ മക്കൾക്ക് ദീനീ ബോധ്യം പഠിപ്പിക്കാനായിട്ട് വിട്ടുകഴിഞ്ഞാൽ അവൻ ഭാവിയിൽ എന്തായിത്തീരും, അല്ലെങ്കിൽ ഇത് കാരണമായിട്ട് ഒന്നും നേടുകയില്ല എന്നുള്ളൊരു ചെറിയ ചിന്തയിലിരിക്കുന്ന മാതാവിൻ്റെ അടുക്കൽ അടുത്ത ദിവസം വരുന്ന ബന്ധുവായിട്ടുള്ള ആൾ പറയും, എൻ്റെ മകൻ പഠിച്ച് ഇന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ശമ്പളം തന്നു, ആദ്യമായിട്ട് ശമ്പളം കൊണ്ടുവന്ന് തന്നു, ഇവനിപ്പോഴും ദറസ് പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ മാതാവിൻ്റെ ഉള്ളിലുള്ള ചിന്ത ഒന്നുകൂടെ എന്ത് ചെയ്യും, കാട് കയറും. അതിനോടുകൂടെ ഏതൊരു മനുഷ്യരാശിയും നന്മയിലേക്ക് പോകുമ്പോൾ അതിനെ വഴിതെറ്റിക്കുമെന്ന് അള്ളാഹുവിനോട് പോലും വെല്ലുവിളിച്ചിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന ഉപദ്രവം കൂടി കയറുമ്പോൾ അത് ഡബിൾ മടങ്ങാകും. ആ മാതാവ് തന്നെ തീരുമാനമെടുക്കും, എൻ്റെ മകൻ ഇതോടുകൂടി മതി,
മതിയടാ നിർത്തിക്കോ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന മാതാപിതാക്കളും സമൂഹവുമായി മാറിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഒന്നുകിൽ ഇൽമിനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇൽമിനെ പഠിക്കുക, അല്ലെങ്കിൽ ഇൽമിനെ ഇഷ്ടപ്പെടുന്നവരാവുക, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവരാവുക എന്നുള്ള 4 വിഭാഗം ആളുകളിൽപ്പെട്ടവരായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എനിക്കതാണ് നിങ്ങളോട് പിന്നീടത്തേക്കും നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഉണർത്താനുള്ള കാര്യം. ഒരിക്കലും ഒരാളുടെ മകൻ ഇൽമു പഠിക്കാനിറങ്ങുമ്പോൾ നമ്മൾ കാരണമായിട്ട് അവൻ ആ ഇൽമിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമാകരുത്. അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അടുക്കൽ ഒരുപാട് കഠിന കഠോരമായിട്ടിരിക്കുന്ന ശിക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുന്നൊരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും അതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുകൂടെ ഉണർത്തിക്കൊണ്ട് സദസ്സിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യമായി ഏൽപ്പിച്ചിട്ടുള്ളത്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അയൽപക്ക സ്ഥാപനങ്ങളിലെ ഉസ്താദുമാർ, മുത്തഅല്ലിമീങ്ങൾ, അതേപോലെ വരാമെന്നേറ്റിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥികളായിരിക്കുന്ന ഉസ്താദുമാർ, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത അൻവർ ഉസ്താദ്, അതേപോലെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളായിരിക്കുന്ന ആളുകൾ എല്ലാവരെയും ഒരൊറ്റ വാക്കിൽ ഈ ഒരു സനത് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അടുത്തത് ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ ഹിഫ്ളിൻ്റെ പ്രധാന അധ്യാപകനായ ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് മുഹമ്മദ് ഷൗക്കത്ത് മൗലവി അൽ ഖാസിമി അവറുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى. صدق الله العظيم. وقال نبينا محمد صلى الله عليه وسلم: ما من يوم يصبح العباد فيه إلا ملكان ينزلان فيقول أحدهما: اللهم أعط منفقا خلفا، ويقول الآخر: اللهم أعط ممسكا تلفا، أو كما قال عليه الصلاة والسلام. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കൾ, മലക്കുകൾ ചിറകുവിരിച്ച് സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ പാത എളുപ്പമാക്കി കൊടുക്കപ്പെട്ട മുതഅല്ലിം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, പ്രായത്തിൽ മുതിർന്ന കാരണവന്മാർ, വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ മദ്രസയുടെ 6ാം സന്നദ്ധാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ മസ്ജിദിൻ്റെ അങ്കണത്തിലേക്ക് വന്നെടുത്ത മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സ്ത്രീ പുരുഷന്മാർ, എല്ലാവരുടെ മേലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ദുന്യവിയായ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ ജീവിച്ച് അള്ളാഹു നമ്മളിൽ ഏറ്റവും സന്തോഷവാനായിരിക്കുന്ന അവസ്ഥയിൽ ഈ ദുന്യാവിൽ നിന്ന് യാത്രയാകാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നാം ഓരോരുത്തരും ചെയ്യാൻ പരിശ്രമിക്കണമെന്നുള്ള വസിയത്തോടുകൂടി ആദ്യം എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ഈ ദുന്യാവിൽ ജീവിച്ച് ഈ ദുന്യാവിൽ നിന്ന് നാം ഓരോരുത്തരും യാത്രയാകുന്ന സമയത്ത് അള്ളാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിൽ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ചിരിച്ച് പുഞ്ചിരിച്ച് ആസ്വദിച്ച് ഈ ദുന്യാവിൽ നിന്ന് യാത്രയാകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാറുൽ ഉലൂം ഹിഫ്ളുൽ ഖുർആൻ ആൻഡ് അറബിക് കോളേജിൻ്റെ 6ാം സനദ്ദാന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മദ്രസയിൽ നിന്ന് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി ഹിഫ്ള് പൂർത്തീകരിച്ച 12 ഹാഫിളീങ്ങൾക്കുള്ള ഷഹാദ സർട്ടിഫിക്കറ്റ് നൽകുകയെന്നാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ ഒരു സമയത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും നാം ഓരോരുത്തരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതുമായ ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തി അമലെന്ന് പറയപ്പെടുന്നത്. അതിനു മുമ്പായി ആമുഖം എന്ന നിലയിൽ ഈ മദ്രസയെ ചില വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. സാധാരണ ഹിഫ്ളിൻ്റെയും ഇൽമിൻ്റെയും സനദിൻ്റെ സമയത്ത് ഓതപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്ന ആയത്തുകളും ഹദീസുകളും എല്ലാം നാം ആവർത്തിച്ച് കേൾക്കുന്നതാണ്. ഒരു കുറഞ്ഞ സമയം അതിനുവേണ്ടി ഒന്നിരുന്നു ഏതായത്ത് ഓതണം അല്ലെങ്കിൽ ഏത് ഹദീസ് ഉദ്ധരിക്കണം എന്നീ ബലഹീനമായ ചിന്ത കൊണ്ട് ഒന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരായത്തും ഒരു ഹദീസുമാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഞാൻ ഓതിയതും പറഞ്ഞതുമായത്. പണ്ഡിത ശ്രേഷ്ഠരായ ഉലമാക്കളെല്ലാം അതിൻ്റെ അർത്ഥം ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവരാണ്. ഒരുപക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ ആയത്തും ഹദീസും ഇവിടെ ഓതിയെന്ന് നാട്ടുകാരായ പണ്ഡിത മഹത്തുക്കൾ ഏകദേശം പിടിപെട്ടിട്ടുണ്ടാവും എന്നും ഞാൻ വിചാരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുകയാണ്, الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. الذين ഒരു കൂട്ടം ആൾക്കാർ യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അവർ അവരുടെ സമ്പാദ്യങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. ആ ചെലവഴിക്കലിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് അള്ളാഹു പറയാൻ പോകുന്നത്. പിന്നെ അവർ ഏതൊന്നാണോ ചെലവഴിച്ചത് അതിൻ്റെ പുറകിലായിട്ട് അവരെ പിൻപറ്റിയിട്ടില്ല, മന്നും അതായും പിൻപറ്റിയിട്ടില്ല. മന്നെന്ന് വെച്ചാൽ എന്താണ്? മുഫസ്സിരീങ്ങൾ അതിൽ പറയുന്നത് താൻ ചെയ്ത നന്മയെ എടുത്തു പറയലാണ്. ഒരാൾക്ക് 5 രൂപ സദക്ക കൊടുത്തു, അയാൾ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് മോശമായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ നിനക്ക് 5 രൂപ തന്നിട്ടും നീ എൻ്റെ അടുത്ത് മോശമായി പ്രവർത്തിക്കുകയാണോ എന്ന് നാവ് കൊണ്ട് പറയലോ അല്ലെങ്കിൽ മനസ്സിൽ ചിന്ത വരലോ അതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. രണ്ടാമതൊരു കാരണം പറഞ്ഞു, അതാ ബുദ്ധിമുട്ടുണ്ടാക്കലും വരുന്നില്ല, എടുത്തു പറയലും വരുന്നില്ല. അങ്ങനെയൊരു ചെലവഴിക്കലിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഉണ്ടാക്കുക എന്നുകൊണ്ട് വിവക്ഷ എന്താണ്? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരാൾ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടാതെ ഞാനൊരു 100 രൂപ കൊടുത്തു.
പിന്നീട് ആ 100 രൂപയുടെ പേരിൽ ഞാൻ അവനെ മുതലാക്കുന്നുവെങ്കിൽ അത് അതായാണ്, അവന് ബുദ്ധിമുട്ടുണ്ടാക്കലാണ്. ഇത് രണ്ടും ഇല്ലാത്ത ഒരു ചെലവഴിക്കൽ, ഇൻഫാഖ് ഫീ സബീലില്ലാഹ് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അങ്ങനെയുള്ള ചെലവഴിക്കലിന് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖവുമില്ല വ്യസനവുമില്ല. അതാണ് അവർക്ക് ദുനിയാവിൽ വെച്ച് ദുഃഖിക്കേണ്ട ഒരു ആവശ്യവുമില്ല, നാളെ ആഖിറത്തിൽ അവർക്ക് യാതൊരു വ്യസനവും ഉണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു. ആ ഹദീസിലൂടെ നബി തങ്ങൾ പറയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാൻ യൻസിലാൻ, ഓരോ ദിവസവും പ്രഭാതമാകുമ്പോൾ 2 മലക്ക് ഇറങ്ങുന്നതാണ്. ഫയഖൂലു അഹദുഹുമ, അതിൽ ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ നീ ചെലവഴിക്കുന്നതിന് നല്ലത് കൊടുക്കണേ, അവർക്ക് നല്ലത് അവർക്ക് പിന്തുടർച്ചയായിട്ട് അവർക്ക് നന്മ നീ പ്രദാനം ചെയ്യണമെന്ന് ഒന്നാമത്തെ മലക്ക് പറയുന്നതാണ്. മറ്റൊരു മലക്ക് പറയും, വയഖൂലുൽ ആഖിറു അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, നീ ചെലവഴിക്കാതെ പിടിച്ചു വയ്ക്കുന്നവന് നീ നാശം നൽകണമേ എന്ന് മറ്റൊരു വിളിക്കും വിളിച്ചു പറയുന്നതാണ്. ഈ ഒരു ഹദീസും ഈ ഒരു ആയത്തുമാണ് എൻ്റെ മനസ്സിലോട്ട് കയറി വന്നത്. അൽഹംദുലില്ലാഹ് അതവിടെ നിൽക്കട്ടെ. മദ്രസയുടെ ഒരു ആമുഖം മാത്രം ഞാൻ പറയുകയാണ്. ഏകദേശം ഒരു 10-14 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലം സ്വപ്നം കണ്ടവർ അല്ലെങ്കിൽ നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. വെറും ഒരു റബ്ബർ തോട്ടം, ഒരു കുന്ന്, വീടുകൾ തീരെയില്ല. റോഡിൽ നിന്ന് മൈലൂരിൽ നിന്ന് അടിവാട് ഭാഗത്തോട്ട് പോകുന്നവർ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥലം. ചെമ്പട എന്നൊരു പേര് പോലും അടിവാടുള്ളവർക്ക് പോലും കേട്ടറിവില്ലാത്ത ഒരു കാലമായിരുന്നു 14 വർഷങ്ങൾക്ക് മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു തആല ചില വ്യക്തികളുടെ മേൽ നന്മ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനുള്ളിൽ നന്മകൾ ചെയ്യാനുള്ള തോന്നലുകൾ അള്ളാഹു ഇട്ടുകൊടുക്കും. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇട്ടുകൊടുത്ത ഒരു തോന്നലിൻ്റെയും ആ തോന്നലനുസരിച്ച് അവർ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു ചെയ്ത വലിയൊരു തൗഫീഖിൻ്റെയും അടയാളമാണ് നാം ഇപ്പോൾ കാണുന്നത്. 2010 ഇങ്ങനൊരു പള്ളി വരുവാനും അതുപോലെ ഇവിടെ ഒരു പള്ളി പണിയുക, തെക്കാവ് പണിയുക എന്നുള്ള നെയ്യത്തിലാണ് ആ കുടുംബം ഇവിടെ അവരുടെ ചിന്ത ആരംഭിച്ചത്. ആ ചിന്തയുടെ ആരംഭം അള്ളാഹു പരിപൂർണമായ അർത്ഥത്തിൽ കബൂലാക്കി. ഒരു കുടുംബത്തിൻ്റെ പലരിലായി കടന്ന സ്ഥലം അത് ദീനിനു വേണ്ടി അവർ വഖഫ് ചെയ്യാൻ തയ്യാറായി തീർന്നു. ഈ അടുത്ത കാലഘട്ടത്തൊന്നും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബങ്ങളോ ഇതുപോലെ പള്ളിക്ക് വഖഫ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള 3-4-5 വ്യക്തികൾ അവർക്ക് ഒരുമിച്ച് അള്ളാഹു ഹൃദയത്തിൽ ഈ തോന്നലിട്ട് കൊടുക്കുകയും വലിയൊരു നന്മയ്ക്ക് അത് കാരണമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടായോ? ഒരിക്കലും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ ഒരു തെക്കാവിൻ്റെ ഫിക്റിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും അത് പണിതു വന്നപ്പോൾ അത് ചെറുതാക്കേണ്ട, അത്യാവശ്യം വലുതായിട്ട് തന്നെ നമുക്ക് പണിയാമെന്ന് തീരുമാനിച്ച് അത് വലുതായിട്ട് പണിയുകയും ഉദ്ഘാടനമായപ്പോൾ ജുമാഅത്ത് പള്ളിയായിട്ട് ഉദ്ഘാടനമാക്കുകയും മഹല്ലാക്കുകയും ഖബർസ്ഥാനിലുള്ള അംഗീകാരം മേടിച്ചെടുക്കുകയും ഇത്യാദി പ്രവൃത്തികളെല്ലാം ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ സംഭവിച്ച വികാസങ്ങളാണ്. ജൂലൈ മാസം 12-ാം തീയതി 2012 ജൂലൈ മാസം 12-ാം തീയതിയാണ് ഇവിടെ ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടനം നൽകുന്നത്. തെക്കേ കേരളത്തിലെ പ്രശസ്തമായ പണ്ഡിതന്മാരെല്ലാവരും വന്നുകൊണ്ടുള്ള ഒരു ഗംഭീരമായ ഒരു ഉദ്ഘാടനമായിരുന്നു. ബഹുമാനപ്പെട്ട മർഹൂം മൂസാ ഉസ്താദ് അവർകൾ, ചേലക്കളം അബുൽ ബുഷ്ര ഉസ്താദ് അവർകൾ, അബ്ദുൽ കരീം ഉസ്താദ് അവർകൾ, അള്ളാഹു ഈ മഹാന്മാരുടെ എല്ലാം ദർജാത്തുകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു പള്ളിയുടെ ഉദ്ഘാടനം. പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ട് അടുത്ത വർഷം ഇവിടെ ഒരു ഹിഫ്ദിൻ്റെ മദ്രസ ദറസ് എന്നുള്ളൊരു ചിന്ത വരികയും 2013 ആഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ ഹിഫ്ദ് ആരംഭിക്കുന്നത്. ജാമിയത്തുൽ കൗസരിയയിൽ നിന്ന് ഫാരിഗായ മുണ്ടക്കയം സ്വദേശിയായ സാബിത്ത് മൗലവി അൽ കൗസരി അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഹിഫ്ദ് ആരംഭിക്കുന്നത്.
ഏകദേശം 8-11 വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഹിഫ്ള് ആരംഭിക്കുകയുണ്ടായി. ഒരു വർഷം സാബിത്ത് മൗലവി ഇവിടെ സേവനമനുഷ്ഠിച്ചു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ്, ആ സന്ദർഭത്തിൽ എനിക്ക് കൊല്ലത്തൊരു മദ്രസയിൽ ഖിദ്മത്ത് ചെയ്യുകയായിരുന്നു. ബാഹുക്കുട്ടി ഹാജി അവർകൾ എൻ്റെ മായയുടെ ഭർത്താവ്, മാമയാണ്. അങ്ങനെ വിളിക്കുകയും ആ ഖിദ്മത്തിലോട്ട് 2014 ഇവിടെ വരികയും ചെയ്തു. അങ്ങനെ ആ യാത്ര ഇങ്ങനെ തുടർന്ന് 2016 ആദ്യത്തെ സനത് ഇവിടെ നടക്കുകയുണ്ടായി. 5 വിദ്യാർത്ഥികൾക്ക് ഹിഫ്ളിൻ്റെ സനത് കൊടുത്തുകൊണ്ട് 2016 ആദ്യത്തെ സനത് നടന്നു. ആദ്യത്തെ സനദിൻ്റെ സന്ദർഭത്തിലും മേൽ പറയപ്പെട്ട ആ പ്രമുഖരായ ആ 3 പണ്ഡിതന്മാരും സനദിലുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത സനദുകളിലും 2018 രണ്ടാം സനത് നടന്നു. അതിൽ 3 വിദ്യാർത്ഥികൾക്ക് ഹിഫ്ളിൻ്റെ ഷഹാദ നൽകുകയുണ്ടായി. അതിലും അബ്ദുൽ കരീം ഉസ്താദ് അവർകൾ പങ്കെടുക്കുകയുണ്ടായി. മൂന്നാമത്തെ സനത് 2019 നടക്കുന്നത്. ആ വർഷവും അൽഹംദുലില്ലാഹ് 3 വിദ്യാർത്ഥികൾക്ക് ഹിഫ്ളിൻ്റെ ഷഹാദ കൊടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. കുഴുവാലിപ്പടി മുദരിസായ അഹമ്മദ് നൂർ ഉസ്താദ് അവറുകളായിരുന്നു ആ സനദിന്, മൂന്നാമത്തെ സനദിന് സനദ് ദാനത്തിനായിട്ട് മുഖ്യാതിഥിയായി ഇവിടെ എത്തുകയും സനദ് നൽകുകയും ചെയ്തത്. ഈ മദ്രസയുടെ, ഈ പള്ളിയുടെ ആരംഭം മുതൽ ഖിദ്മത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്ദുസ്സമദ് ഉസ്താദ് അവറുകൾ. എല്ലാവർക്കും പരിചിതനാണ്. ഈ പള്ളിയുടെ തുടക്കം മുതൽ, ഞങ്ങളെല്ലാം തുടങ്ങിയതിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് വന്നതെങ്കിൽ ഈ പള്ളിയുടെ തുടക്കം മുതൽ പള്ളിയുടെ ഇമാമായിട്ട് ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്നു മുതൽ മദ്രസയുടെ സദറായിട്ട് ഇപ്പോഴും അൽഹംദുലില്ലാഹ് ആ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുസ്സമദ് ഉസ്താദിൻ്റെ ഉസ്താദ് അവറുകളാണ് അഹമ്മദ് നൂർ ഉസ്താദ് അവറുകൾ മൂന്നാമത്തെ സനദിന് ഇവിടെ വരികയുണ്ടായി. അതിനുശേഷം ലോക്ക്ഡൗൺ, അതുമായി ബന്ധപ്പെട്ട ചില ഗ്യാപ്പുകൾ വന്നു. 2023 നാലാമത്തെ സനദ് നൽകുന്നത്. ആ സനദിൽ മുൻ കഴിഞ്ഞ വർഷങ്ങളിലെ വിദ്യാർത്ഥികളെല്ലാം ചേർത്ത് അൽഹംദുലില്ലാഹ് 18 വിദ്യാർത്ഥികൾക്ക് ഹിഫ്ളിൻ്റെ ഷഹാദ കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഗംഭീരമായ ആ സദസ്സിൽ അൽഹംദുലില്ലാഹ് നമുക്ക് സനദ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുഖ്യാതിഥിയായിട്ട് എത്തിയത് ഇസ്ഹാഖ് ഉസ്താദ് അവറുകളായിരുന്നു. 2024 കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഒരു സനദ് നടന്നു. ആ സനദിനും അൽഹംദുലില്ലാഹ് 7 വിദ്യാർത്ഥികൾക്ക് ഷഹാദ നൽകി. അതിൻ്റെ ഷഹാദ നൽകിയത് VH ഉസ്താദ് അവറുകളായിരുന്നു. അതിൻ്റെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അംഗമായിട്ടുള്ള അബ്ദുഷുക്കർ ഉസ്താദ് അവറുകൾ ഇവിടെ മുഖ്യാതിഥിയായിട്ട് എത്തി. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ മുമ്പിൽ 6ാമത്തെ സനദ് നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സനദ് നിർവഹണത്തിന് വേണ്ടി വരുന്നത് അബ്ദുറഹീം ഉസ്താദ് അവറുകളാണ്. ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ 95-2000 കാലഘട്ടത്തിൽ ജാമിയത്തുൽ കൗസരിയയിൽ എടത്തലയിൽ ഹിഫ്ള് പഠിക്കുമ്പോൾ അവിടുത്തെ ഹിഫ്ളിൻ്റെ മുദരിസായി സേവനം അനുഷ്ഠിച്ചിരുന്ന പ്രധാനപ്പെട്ട ഹിഫ്ള് അധ്യാപകനാണ് ഞാൻ. ഇന്ന് നമുക്ക് സന്നദ്ധാനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അബ്ദുറഹീം ഉസ്താദ് അവറുകൾ ഹൈറേഞ്ച് സ്വദേശിയാണ്. പെരുവന്താനം ആണ് ഉസ്താദിൻ്റെ വീട്. ഖിദ്മത്തുമായി ബന്ധപ്പെട്ട് ആലുവയിൽ വരികയും ആലുവയിൽ ജാമിയത്തുൽ കൗസരിയിൽ മുദരിസായി സേവനം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ആലുവയിൽ മസ്ജിദുൽ അബ്റാർ എന്നുള്ള ഒരു പള്ളിയുടെ ഖത്തീബായും തന്നെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. കുറേ വർഷങ്ങൾ ജാമിയത്തുൽ കൗസരിയിൽ ഖിദ്മത്ത് ചെയ്ത് പിന്നീട് ഇപ്പോഴും അൽഹംദുലില്ലാഹ് മസ്ജിദുൽ അബ്റാറിൽ ഹിഫ്ളിൻ്റെ ഉസ്താദും അതുപോലെ തന്നെ ഖത്തീബുമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടേ വരികയാണ്. ആ ഒരു മദ്രസയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഉസ്താദ് ജാമിയത്തുൽ കൗസരിയിൽ നിന്ന് മസ്ജിദുൽ അബ്റാറിലോട്ട് ഹിഫ്ള് മാറ്റുമ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ഹിഫ്ളിൻ്റെ ഒരു സംരംഭം ആവശ്യമാണ്. പലർക്കും മുതിർന്നതിന് ശേഷം ഹിഫ്ള് പൂർത്തീകരിക്കാൻ ഒരു ആഗ്രഹം വരും, ഒരു താല്പര്യം വരും. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പൂർത്തീകരിക്കാൻ പറ്റാത്തത് കാരണമായിട്ട് കിതാബിലോട്ട് പ്രവേശിക്കുകയും പിന്നീട് അതിനെ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ വന്നിരിക്കാൻ ഒരു നാണവും മടിയും മനസ്സിലുള്ള കുറേ മുതിർന്ന ആലിമ്യങ്ങളുണ്ടാവും. അവർക്ക് ഒരു അവസരം കൊടുക്കണമെന്നുള്ള വലിയൊരു ലക്ഷ്യത്തിൻ്റെ പേരിൽ അബ്ദുറഹീം ഉസ്താദ് അവറുകൾ മസ്ജിദുൽ അബ്റാറിൽ തന്നെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹിഫ്ള് ആരംഭിക്കുകയുണ്ടായി. നാജിയയിലെ മൻസൂർ ഉസ്താദ് അവറുകളും അവിടെ അല്പകാലം പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാജിയയുടെ സനദിൻ്റെ സമയത്ത് മൻസൂർ ഉസ്താദ് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അൽഹംദുലില്ലാഹ് ദീനിൻ്റെ വഴിയിൽ വർഷങ്ങളോളം ഖിദ്മത്ത് ചെയ്യുന്ന
ഉസ്താദാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ സനദിന് വേണ്ടി വന്നെത്തിയിട്ടുള്ളത്. ഉസ്താദ് എത്തിയിട്ടുണ്ട്. അങ്ങനെ മദ്രസയുടെ 13 വർഷം 14 വർഷത്തെ ഈ ഒരു യാത്രയുടെ മധ്യയിലാണ് നാം ഉള്ളത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ആദ്യമായി ശ്രദ്ധ ചെലുത്തിയത് ഹിഫ്ളിൻ്റെ വിഷയത്തിലാണെങ്കിൽ അൽഹംദുലില്ലാ ദറസിൻ്റെ ഒരു വിഭാഗം നമ്മൾ അൽഹംദുലില്ലാ 4 വർഷം മുമ്പ് ആരംഭിക്കുകയും 4ാം വർഷ വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് അവർ ഫാരിഗാകാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് നമ്മുടെ ഈ മദ്രസയിൽ അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്രസയുടെ ഒരു ചെറിയൊരു ചുരുക്കമായ ഒരു വിവരണമാണ് നാം ഇവിടെ നൽകിയത്. അതുകൂടാതെ വളരെയധികം പ്രത്യേകതകളും അല്ലെങ്കിൽ വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പല മാതൃകകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം ഇൻഫാഖ് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്കെടുത്ത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ആ 2 ഗുണങ്ങളും നമുക്കതിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണാൻ സാധിക്കുന്നതാണ്. അൽഹംദുലില്ലാ മദ്രസ ആരംഭിച്ചു മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുത്തവല്ലി സാഹിബിൻ്റെ ബാവക്കുട്ടി ഹാജിയാരുടെ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് ഞങ്ങൾക്കിവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയും ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു മുഖ്ലിസാന ഖിദ്മത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സേവനങ്ങളെയെല്ലാം പരിപൂർണമായ രീതിയിൽ കബൂലാക്കുമാറാകട്ടെ. ഈ സഞ്ചാരപഥത്തിനിടയിൽ ബാവക്കുട്ടി ഹാജിയാരുടെ ജ്യേഷ്ഠൻ അൽഹംദുലില്ലാ മുഹമ്മദ് സാറ് വിദ്യാർത്ഥികളെ വളരെയധികം സ്നേഹിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് സ്നേഹസല്ലാപങ്ങൾ നടത്തുകയും ചെയ്യുന്ന അവസരങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വരികയാണ്. മിക്ക ദിവസങ്ങളിലും മഗ്‌രിബ് മുതൽ ഇശാ വരെ ഇവിടെ ഉണ്ടാകും. കുട്ടികൾ ഇശായ്ക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ കുട്ടികളുടെ അടുത്ത് കുശലം പറയുന്നതുമെല്ലാം ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു മർഹൂമിൻ്റെ ഖബറിൽ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ കൊച്ചുമുത്താപ്പ ഉണ്ട്. ഇവരെല്ലാം ഈ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. അതുകൂടാതെ നാട്ടുകാർ, പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന നാട്ടുകാർ, ഈ പള്ളിയുടെ 1-2 പ്രത്യേകതകൾ കൂടി ഞാൻ എടുത്തു പറയാം. അൽഹംദുലില്ലാ ഈ പള്ളി ആരംഭിച്ചതു മുതൽ ഇന്ന് വരെ പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നമസ്കരിക്കപ്പെടുന്നത് 30 ജുസു ഖുർആൻ ഓതിയിട്ടാണ്. 27-ാം തീയതി ഖത്തം ദുആയോടുകൂടി എല്ലാ റമദാനിലും അൽഹംദുലില്ലാ ഖത്തം ഖുർആൻ പൂർത്തീകരിക്കാൻ ഉള്ള തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ അധികം ഹാഫിളുകളുള്ളപ്പോൾ പരിസര പ്രദേശത്തുള്ള മഹല്ലുകളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ആ ഹാഫിളുകൾക്കുള്ളൊരു അവസരവും കൂടി ആ പള്ളികളിൽ ഒരുക്കി കൊടുത്താൽ ഏറ്റവും ഉത്തമമായ ഒരു മാതൃകയായിരിക്കും. പണ്ഡിതന്മാർ അതുപോലെ തന്നെ നാട്ടുകാരും അതിനുവേണ്ടി ഒന്ന് തയ്യാറാവണം. നമ്മുടെ മക്കൾ ത്യാഗം ചെയ്ത് പഠിച്ച ആ ഹിഫ്ളിനെ നിലനിർത്താൻ അവർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്നൊരു അവസരമാണ് പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നിസ്കരിപ്പിക്കുക എന്നുള്ളത്. ഒരു ഹാഫിള് തറാവീഹ് ഇമാമായി നിന്ന് നിസ്കരിപ്പിച്ചാൽ 1 വർഷം അവൻ്റെ ഹിഫ്ള് നിലനിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിനുള്ള അവസരം നാട്ടുകാരായ നമ്മളും ഇമാമിങ്ങളായ പണ്ഡിത മഹത്തുക്കളും കൂടി ആലോചിക്കണമെന്ന് ഞാൻ പറയുകയാണ്. പലപ്പോഴും ചിന്തയിൽ വരും, പലപ്പോഴും നാം അതിന് മടിക്കുന്നത് പുറകിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളൊരു കാരണത്താലാണ്. അതിനൊരു എളുപ്പവഴി എൻ്റെ മനസ്സിൽ തോന്നിയത് 2 വർഷം കൊണ്ട് ഖത്തം തീർക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ നിസ്കരിപ്പിച്ചാൽ മതി. ഒരു വദ്ദുഹ സൂറത്തിൻ്റെ അളവ് ഒരു 1/2 പേജ് വെച്ച് ഓതിയാൽ 1 വർഷം നമുക്ക് 15 ജുസു പൂർത്തീകരിക്കാൻ സാധിക്കും. അതവിടെ വെച്ച് നിർത്തുക. അടുത്ത വർഷം ബാക്കി 15 കൂടി പൂർത്തീകരിച്ചാൽ 2 വർഷം കൊണ്ട് ഒരു പള്ളിയിൽ ഖത്തം തീർത്തുകൊണ്ട് നമുക്ക് ആ ഹാഫിദിനെ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ മഹല്ലുകൾ തയ്യാറായി തീർന്നാൽ നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ മറ്റു മദ്രസകളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഹാഫിദുകൾക്ക് അവരുടെ ഹിഫ്ളിനെ നിലനിർത്താനുള്ള ഏറ്റവും ഉയർന്ന ഒരു സൗകര്യവും ഒരു അവസരവുമായിരിക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട്, നാട്ടുകാരായ നിങ്ങളോടും ഇമാമിങ്ങളോടുമെല്ലാം ഒരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. കാരണം പല രക്ഷകർത്താക്കളും വിളിച്ചു ചോദിക്കുന്നതും അല്ലെങ്കിൽ പല മദ്രസകളിൽ നിന്നും നമ്മളെടുത്ത് ചോദിക്കുന്നത് ഹാഫിദുകൾക്ക് റമദാനിൽ ഒരു ഇമാമത്തിനൊരു അവസരമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ച് അതിന് പറ്റുന്ന തരത്തിലൊരു എളുപ്പമായ വഴികൾ സ്വീകരിച്ചാൽ നല്ലതായിരിക്കും ഒരു അഭ്യർത്ഥന നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ മറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വക്തുകൾക്ക് വരുന്ന മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കൾ, അവരും കാരണവന്മാർ മക്കളോടുള്ള സമീപനം അതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ പോകുമ്പോഴാണ് നമ്മുടെ ഈ സന്താനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മഹല്ലുകളിൽ നിന്ന് പോവുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇതിനോട് സഹകരിച്ചോ അവർക്കെല്ലാം ഉയർന്ന പ്രതിഫലം നൽകുമാറാകട്ടെ.
ഖിയാമത്ത് നാൾ വരെ നമ്മുടെ മദ്രസയും അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ മലക് ദീനാർ മദ്രസ, അറബി കോളേജ്, അതുപോലെ മറ്റ് അറബി കോളേജുകൾ, പള്ളികൾ, ദീനിൻ്റെ പരിശ്രമം നടക്കുന്നവർ, ഇവയെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നടക്കുവാനും ഇവരുടെ എല്ലാം നടത്തിപ്പിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഖിയാമത്ത് നാൾ വരെ ഇവരുടെ എല്ലാം ഖിദ്മത്തുകൾ നിലനിൽക്കാനും അള്ളാഹു നല്ല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ബറൂഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. അടുത്തത് നമ്മുടെ പരിസര പള്ളിയിലെ അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ ചീഫ് ഇമാം ബഹുമാനപ്പെട്ട ജാബിർ ബാഖവി ഉസ്താദ് അവർകളെ ഒരു ആശംസയ്ക്ക് വേണ്ടി ഞാൻ വിളിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സന്നദ്ധാനത്തിൻ്റെ സ്ഥാനവസ്ത്ര വിതരണം നടത്തുകയും നസീഹത്ത് നടത്തുന്ന ബഹുമാനപ്പെട്ട PH ഉസ്താദ് അവർകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ ഹാഫിലിങ്ങൾക്ക് സനത് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഷൗക്കത്ത് ഉസ്താദിൻ്റെ ഉസ്താദ്, ധാരാളം ഹാഫിലിങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഉസ്താദ് അവരും എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആശംസയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജാബിർ ബാഖവി ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ആദരണീയരായ പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളെ, മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലെല്ലാ നിലക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഖാദിമീങ്ങളായ പ്രവർത്തകർ, ഇവിടെ മഹത്തായ സദസ്സിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന അതിനെ എൻ്റെ അഹ്ലുകാരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇവിടെ ഖുർആൻ പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള സനദ് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിലൊരു ആശംസ അറിയിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദ് ക്ഷണിച്ചത്. ആശംസ എന്ന നിലക്ക് 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കടമ ഞാൻ നിർവഹിക്കാം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മുന്നിൽ ധാരാളം മക്കൾ, ദീൻ പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന മക്കൾ, ധാരാളം കുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് അവർക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ പല മക്കളുടെയും പല ശൈലികളൊക്കെ കാണുമ്പോൾ, വേദനയോടുകൂടി നോക്കുമ്പോൾ, കാണേണ്ടി വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഈ മേഖലയിലേക്ക് പറഞ്ഞയച്ചതിൻ്റെ മൂല്യവും അതിൻ്റെ ഔന്നത്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അപാരമായ വലിയ അനുഗ്രഹമാണ് ഖുർആൻ പഠിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ചത്. അതുവഴി നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വലിയ ഉത്തമരായ ആളുകളാകാൻ വേണ്ടിയുള്ള ആദ്യ പടിയിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്, ഖുർആൻ പഠിക്കുന്ന രംഗത്ത്. അത് നന്നായി, വളരെ ഭംഗിയായി നിങ്ങൾ ആ സാഹചര്യം, ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ഹൃദയം ആണ് ഖുർആൻ വഹിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹത്തുക്കളായ ആളുകൾ
ഇത് സംബന്ധമായി ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഖുർആനിനെ ഒരു കൃഷിയായി സങ്കല്പിക്കുക. ആ കൃഷി ഇറക്കപ്പെടുന്നത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണ്. മുഅ്മിനിൻ്റെ ഹൃദയത്തിലാണ്. ആ കൃഷി ഇറക്കപ്പെടുന്ന മണ്ണ്, കൃഷി ചെയ്യപ്പെടുന്ന മണ്ണ്, ആ കൃഷിയെ ഏതു നിലക്കും ഉയർത്താനും വളർത്താനും നല്ല നിലക്കും പിന്തുണയ്ക്കാൻ പറ്റുന്ന മണ്ണാണെങ്കിൽ നല്ല ഫലപുഷ്ടമായ നല്ല സുന്ദരമായ വിളകൾ അതിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഒന്നിരിക്കൽ അതിൽ കൃഷി മുളയ്ക്കുകയില്ല. അഥവാ മുളച്ചാൽ തന്നെ ചിലപ്പോൾ കാച്ചു കൊള്ളണമെന്നില്ല, കായ്കൾ തന്നു കൊള്ളണമെന്നില്ല. ഇനി അഥവാ തന്നാൽ തന്നെ അത് വേണ്ടതുപോലെ ഉപകാരപ്പെടുന്നതായിരിക്കില്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത മണ്ണ് അത് പ്രകടിപ്പിക്കുമെങ്കിൽ ഇതേപോലെയാണ് ഖുർആൻ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഇന്നത്തെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭാഗമെന്ന നിലക്ക് അതിൽ വരുന്ന എല്ലാ മലിനമായ അന്തരീക്ഷങ്ങളും മുതിർന്നവരെ ബാധിക്കുന്നത് പോലെ തന്നെ കുട്ടികളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഖുർആൻ എന്ന് പറയുന്ന ആ വലിയ കൃഷി ഇറക്കപ്പെടേണ്ട നിങ്ങളുടെ ഹൃദയങ്ങളെ മലിനമാക്കിയാൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ ആ ഖുർആൻ പഠിക്കാനും അത് കൃത്യമായി ഹൃദയത്തിൽ പതിപ്പിക്കാനും സാധ്യമല്ല. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുളഗതൻ ഇദാ സലുഹത്ത് സലുഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഹൃദയ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടായാൽ മുഴുവനും കേടായി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു മാലിന്യവും നിങ്ങളുടെ ഹൃദയത്തിൽ വരാതെ കാത്ത് സംരക്ഷിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ ആ മാലിന്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കാതെ നിങ്ങളുടെ മുർഷിദായ നിങ്ങളുടെ മുഅല്ലിമുകളും നിങ്ങളുടെ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ മനസ്സ് മലിനപ്പെടാതിരിക്കാൻ വേണ്ടി അഹോരാത്രം നന്നായി കാതുകൂർപ്പിച്ച് ശ്രദ്ധയോടുകൂടി നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നതിനോടൊപ്പം നിങ്ങളും ജാഗരൂകരാകണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ആശംസ പ്രസംഗം വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. വാഹൃദവത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചെറിയൊരു സമ്മാന വിതരണമാണ്. ഒരു വർഷത്തിൽ 2 പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നടത്തപ്പെടുന്നത്. ഒന്ന് അർദ്ധവാർഷിക പരീക്ഷയും വാർഷിക പരീക്ഷയും. അതുകൂടാതെ ഹിഫ്ളിൽ എല്ലാ മാസവും പരീക്ഷ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിക്കുകയും അതിൽ ഒരു ചില മാസങ്ങൾ വിട്ടുപോവുകയും ചെയ്തെങ്കിലും മറ്റു പല മാസങ്ങളിലെല്ലാം നടത്തിക്കൊണ്ട് അർദ്ധവാർഷിക പരീക്ഷയ്ക്കും വാർഷിക പരീക്ഷയ്ക്കും പിള്ളേരെ തയ്യാറാക്കുക ഉള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയവർക്കുള്ള സമ്മാനദാനമാണ്. ഏറ്റവും ആദ്യമായി അർദ്ധവാർഷിക പരീക്ഷയിൽ ഫസ്റ്റ് വാങ്ങിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ്. അത് സമ്മാനം നൽകുന്നതിന് വേണ്ടി ജാബിർ ബാക്ക്
ജാബിർ ബാക്കവി ഉസ്താദ് അവറുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി ഹിഫ്ലുൽ അർദ്ധവാർഷിക പരീക്ഷയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് അൽ ഹാഫിദ് മുഹമ്മദ് ബിലാലാണ്. മുഹമ്മദ് ബിലാൽ വന്ന് സമ്മാനം കരസ്ഥമാക്കേണ്ടതാണ്. തജ്വീദിൽ നമ്മൾ വർഷത്തിൽ 2 പരീക്ഷകൾ നടത്താറുണ്ട്. ഹിഫ്ലുൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് മുഹമ്മദ് ബിലാൽ. തജ്വീദിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് അൽ ഹാഫിദ് അൻഫാലാണ്. ആ സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി അൻഫാലിനെയും നൽകുന്നതിന് വേണ്ടി ജാബിർ ഉസ്താദ് അവറുകളെയും ക്ഷണിക്കുന്നു. 1-ാം വാർഷിക പരീക്ഷയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ്. ഹിഫ്ള് സീനിയറിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഹിസാം റജബാണ്. 4 സമ്മാനമുണ്ട്. ഹിസാം റജബ്. ഹിഫ്ള് ജൂനിയർ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഹുബൈലാണ്. ഈ വർഷത്തെ അഡ്മിഷൻ വാങ്ങിയ കുട്ടിയാണ് ഹുബൈൽ. ദൗറ വിഭാഗം, ദൗറയിൽ 9 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുകൊണ്ട് അത് പ്രത്യേക സെക്ഷനായി പരീക്ഷ നടത്തുകയും അതിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് അൽ ഹാഫിദ് ബിലാലാണ്. വീണ്ടും അൽ ഹാഫിദ് ബിലാലിനെ ഈ വാർഷിക പരീക്ഷയുടെ സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മൾ എല്ലാ ആഴ്ചയും വിദ്യാർത്ഥികൾ ഓരോ ഹദീസ് മനഃപ്പാഠം ചെയ്യിപ്പിക്കാറുണ്ട്. ആ മനഃപ്പാഠം അർത്ഥത്തോടുകൂടി അതിൻ്റെ ഒരു പരീക്ഷ വർഷം നടത്താറുമുണ്ട്. ആ ഹദീസിൻ്റെ പരീക്ഷയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയതും ഹിസാം റജമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉയർച്ചകളും നൽകി അനുഗ്രഹിക്കട്ടെ. അത് വാങ്ങുന്നതിന് വേണ്ടി ഹിസാമിനെ ഞാൻ ക്ഷണിക്കുകയാണ്. വാർഷിക പരീക്ഷയിൽ ദറസ് വിഭാഗം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് അൽ ഹാഫിദ് മുഹമ്മദ് സൽമാനാണ്. ആ സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി സൽമാനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് 2 മാസം മാസപരീക്ഷയിൽ ജൂലൈ നവംബർ മാസങ്ങളിൽ ഹിഫ്ദിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയത് ജൂലൈ മാസത്തിൽ ഉമറുൽ ഫാറൂഖാണ് മാർക്ക് കരസ്ഥമാക്കിയത്. നവംബർ മാസത്തിൽ അൽ ഹാഫിദ് അഹമ്മദും, ജൂലൈ മാസത്തിൽ മുഹമ്മദും. അത് സമ്മാനം നൽകുന്നതിന് വേണ്ടി മാലിക് ദിനാർ ദാവാക്കോടറിലെ മുദരിസ് മുബാറക് ഉസ്താദ് അവറുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. നൽകുന്നതിന് എല്ലാവരും നോക്കി. നവംബർ മാസത്തിൽ അൽ ഹാഫിദ് അഹമ്മദാണ്. ഇതും കൂടി കൊടുത്തത് മതിയോ? കഴിഞ്ഞില്ല, 5 കൂടി. അർദ്ധവാർഷിക 2-ാം സ്ഥാനത്തിനുള്ള സമ്മാനമാണ് അടുത്തുള്ളത്. അർദ്ധവാർഷിക പരീക്ഷയിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഹിഫ്ദുൽ ഹിസാമും തജ്വീദിൽ സഹലുമാണ്. ഹിഫ്ദുൽ 2-ാം സ്ഥാനം, ഹിസാമും. തജ്വീദിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് സഹൽ അലേരിയാണ്. വാർഷിക പരീക്ഷയിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയവർ ദൗറ വിഭാഗം ഹാഫിദ് അഹമ്മദാണ്. ഹദീസ് വിഭാഗം അമീൻ അലിയും, ദറസിൽ മുഹമ്മദ് ഫർഹാനും, ഹിഫ്ലുൽ ഉമറുൽ ഫാറൂഖുമാണ്. വാർഷിക പരീക്ഷയിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ ദൗറ അമീൻ അലി. ഹദീസിൻ്റെ പരീക്ഷയിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് അമീൻ അലി. ദൗറ വിഭാഗത്തിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് അൽ ഹാഫിദ് അഹമ്മദാണ്. ഹിഫ്ദുൽ ഉമറുൽ ഫാറൂഖ്. ദറസ് വിഭാഗം 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് മുഹമ്മദ് ഫർഹാൻ. അടുത്തത് സനധാരികളായ വിദ്യാർത്ഥികൾക്ക് സ്ഥാനവസ്ത്ര വിതരണമാണ്. അത് നിർവഹിക്കുന്നത് നമ്മുടെ പരിസരത്തുള്ള ദാറുലുലൂം, നമ്മുടെ പരിസരത്തുള്ള മാലിക് ദിനാർ ദഅ്വാ സെൻ്ററിൻ്റെ പ്രിൻസിപ്പളും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട VH ഉസ്താദ് അവറുകളാണ്. അത് സ്ഥാനവസ്ത്ര വിതരണത്തിന് വേണ്ടി ഉസ്താദ് അവറുകളെയും
അത് വാങ്ങിക്കാൻ വേണ്ടി ഹാഫിളീങ്ങളാകുന്ന 12 വിദ്യാർത്ഥികളെയും ഞാൻ മുന്നോട്ട് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അവരുടെ പേര് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷൗക്കത്ത് ഉസ്താദ് അവറുകൾ വിളിക്കും. അതനുസരിച്ച് ബഹുമാനപ്പെട്ട വിയജ് ഉസ്താദ് അവറുകൾ അവർക്ക് സ്ഥാനവസ്ത്ര വിതരണം നൽകും. ഹാഫിളുകൾക്കുള്ള സ്ഥാനവസ്ത്ര വിതരണമാണ്. അത് നൽകുന്നത് ബദറുൽ ഉലമ VH ഉസ്താദ് അവറുകളാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഓരോ ഹാഫിളുകളുടെ പേര് വിളിക്കുകയാണ്. അവർ വന്ന് ആ സ്ഥാനവസ്ത്രം വാങ്ങേണ്ടതാണ്. ഒന്ന് അൽ ഹാഫിൾ അബ്ദുള്ള സുയ്യത്തി ബിൻ ഷിയാസ്. രണ്ട് അൽ ഹാഫിൽ ജാഫർ സാദിഖ്. മൂന്ന് അൽ ഹാഫിൽ മുഹമ്മദ് ഫസൽ ബിൻ ഫൈസൽ. നാല് അൽ ഹാഫിൽ മുഹമ്മദ് അൽതാഫ് ബിൻ അബ്ദുൾ റസാഖ് മൗലവി. നാല് അടുത്ത് അൽ ഹാഫിൽ മുഹമ്മദ് ബിലാൽ ബിൻ ഷബീർ അലി. ആറ് അൽ ഹാഫിൽ മുഹമ്മദ് അൻഫാൽ ബിൻ നജീബ്. ഏഴ് അൽ ഹാഫിൽ മുഹമ്മദ് സാബിത്ത് ബിൻ കുഞ്ഞു മുഹമ്മദ്. എട്ട് അൽ ഹാഫിൽ മുഹമ്മദ് ഇനാമുൽ ഹസൻ ബിൻ ഷാജഹാൻ. 9 അൽ ഹാഫിൽ മുഹമ്മദ് മുസമ്മിൽ ബിൻ അബിൻസ്. 10 അൽ ഹാഫിൽ അഹ്മദ് ബിൻ നസീം. 11 അൽ ഹാഫിൽ മുത്തിയൂർ റഹ്ബാൻ ബിൻ നസീർ. 12 അൽ ഹാഫിൽ മുഷ്റഫ് റഹ്മാൻ ബിൻ അബ്ദുൾ റഹീം.  ബഹുമാനപ്പെട്ട VH ഉസ്താദ് അവറുകളെ ഞാൻ നസീഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അതെ കുഴപ്പമില്ല. ഉസ്താദിൻ്റെ അനുവാദപ്രകാരവും നിർദ്ദേശപ്രകാരവും ബഹുമാനപ്പെട്ട മൂസ ഉസ്താദിന് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ മൂസ ഉസ്താദ് അവറുകളെ ദക്ഷിണ കേരളയുടെ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള അഭിവന്ദരായ ഉസ്താദുമാരെ, ഈ സ്ഥാപനത്തിൻ്റെ ഖാദിമീങ്ങളായിട്ടുള്ള ഉലമാക്കളെ, ഇതിൻ്റെ പ്രവർത്തകരെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ നടക്കുന്ന മഹത്തായ ഈ ഖിദ്മത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട് അല്ലാഹു തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ദുനിയാവിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ദീൻ ഇവിടെ ഹയാത്താകുന്നതിന് ആവശ്യമായിട്ടുള്ള ചെറുതും വലുതുമായ അനേകം പരിശ്രമങ്ങൾ
ലോകത്തിൻ്റെ മുഴുവൻ കോണുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്, അഥവാ അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ബഹുമാനപ്പെട്ട അംബിയ മുർസലുകൾ അവരുടെ ദഅവത്തുകൾ അവസാനിപ്പിച്ച്, വിശേഷിച്ചും ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുബാറക്കായ അവിടുത്തെ ജീവിതം, ഖിദ്മത്തുകളും ദഅവത്തിൻ്റെ അമലും പരിശ്രമങ്ങളെല്ലാം പൂർത്തിയായി. തങ്ങൾ മടങ്ങിപ്പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉമ്മത്തിനെ ഏൽപ്പിച്ച് നിങ്ങൾ ഇതിൻ്റെ ഖിദ്മത്ത് ഏറ്റെടുക്കണം എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് ബനി ഇസ്രായേലിലായിരുന്നെങ്കിൽ ജനങ്ങളെ അല്ലാഹു ഈ ദഅവത്ത്, ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നില്ല. അന്ന് ജനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുക എന്ന ജോലി ഉണ്ടായിരുന്നുള്ളൂ. സ്വയം നന്നായുക, സ്വയം അമൽ ചെയ്യുക, സ്വയം നന്നായി ജീവിക്കുക എന്നല്ലാതെ മറ്റുള്ളവരെ ദീനിലേക്ക് പരിശ്രമിപ്പിക്കുകയും അവരെ ആ വഴിക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നത് പുണ്യകർമ്മമാണ്. പക്ഷെ ഉത്തരവാദിത്തമായി അവരെ ഏൽപ്പിക്കപ്പെട്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇനി ഒരു പുതിയ നബിയുടെ നിയമനം, ഒരു പുതിയ നബിയുടെ ആഗമനം ഉണ്ടാകൽ ഒരു നിലയ്ക്കും അനുവദനീയമല്ലാത്ത വിധം ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് പൂർത്തിയാക്കി നമ്മെ അറിയിച്ചതുകൊണ്ട് ആ അമൽ ചെയ്യുവാൻ ഉലമാക്കളെയും ഉമറാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തി. ഉലമാക്കൾ ദീനിൻ്റെ നേർക്കുനേരെയുള്ള പരിശ്രമം നടത്തണം. അതിന് സഹായകമായ നിലയ്ക്ക് ഉമറാക്കൾ ലോകത്ത് നിലകൊള്ളണം. ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പ്രമുഖനായൊരു സഹാബിയാണ്. സഹീഹുൽ ബുഖാരിയിൽ മഹാനവറുകളുടെ അനേകം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിജറയുടെ 9-ാം വർഷമാണ് അവർ ദീൻ സ്വീകരിച്ച് മുസ്ലിമായത്. ഹിജറയുടെ 9-ാം വർഷമാണ്. ഹിജറയുടെ 9-ാം വർഷം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വർഷമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, ഹയാത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അവർ യമനിൽ നിന്ന് വന്നയാളാണ്. യമൻ, സൗദിയുടെ ബോർഡറിൻ്റെ അപ്പുറത്ത് യമനിൽ നിന്ന് വന്ന് തങ്ങളെ കണ്ട് മദീന മുനവ്വറയിൽ വെച്ച് ദീൻ സ്വീകരിച്ച മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു. അവരെ യൂസുഫ് ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ യൂസുഫ് നബിയെ പോലെ സുന്ദരനായ മനുഷ്യൻ എന്നാണ് സഹാബാക്കളെല്ലാം വിളിച്ചിരുന്നത്. യൂസുഫ് ഹാദിഹിൽ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മറ്റ് ഗോത്രങ്ങളിൽ നിന്ന്, മറ്റ് പ്രവിശ്യകളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജരീർ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചിരുത്തുമായിരുന്നു. 2-3 സിഫത്തുകളുണ്ട് അദ്ദേഹത്തിന്. ഒന്നാമത്തത് മനോഹര, കണ്ടാൽ മനുഷ്യൻ മുഖത്തു നിന്ന് കണ്ണെടുക്കാത്ത സൗന്ദര്യം. ഏത് മനുഷ്യനും നല്ല തലപ്പാവ് ധരിച്ച് അദ്ദേഹം സരസിൽ ഇങ്ങനെ ഇരുന്നാൽ സൂര്യൻ ഉദിച്ചതുപോലെ ഇരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ നൂറ് കഴിഞ്ഞാൽ ആ സദസ്സിൽ ഏറ്റവും നല്ല തെളിച്ചമുള്ള മുഖം, നല്ല ഉയരവും ശരീരവുമുള്ള ഒരു ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനാണ്. ഒന്ന്. രണ്ടാമത്തെ അവരുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് നല്ല സംസാരിക്കും. ഏതൊരാളോടും നന്നായി വൃത്തിയായി സംസാരിച്ച് ആ ആശയം അവരെ ബോധ്യപ്പെടുത്താൻ ആരെക്കാളും കൂടുതൽ അവർക്ക് സാധിക്കുമായിരുന്നു. ജരീർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ദീൻ സ്വീകരിക്കാൻ വന്നപ്പോൾ വശറത അലയ്യ, എന്നോടൊരു നിബന്ധന പറഞ്ഞു. ഞാൻ ദീൻ സ്വീകരിക്കാൻ വരിക, ദീൻ സ്വീകരിക്കാൻ വരുന്ന മനുഷ്യനോട് നിബന്ധന പാടില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു നിയമം. ഇഖാമത്ത് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ കെലിമയെല്ലാം വരുന്നതെങ്കിൽ ഇഖാമത്ത് പെൻഡിങ്ങിൽ വെച്ചിട്ട് കെലിമയിൽ കൊടുക്കണമെന്നാണ് നമ്മുടെ ദീന്. ഒരു നിബന്ധനയും അവർക്ക് ബാധകമല്ല. പക്ഷേ ഷറത്തലി, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിബന്ധന പറഞ്ഞു. ഞാൻ ദീൻ സ്വീകരിക്കാൻ അവിടുത്തെ മുബാറക്കായ കയ്യിൽ പിടിച്ച് കെലിമ ചൊല്ലാൻ തയ്യാറായി ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുസ്ഹ ലികുല്ലി മുസ്ലിം, നീ എല്ലാ മനുഷ്യനോടും ഗുണകാംക്ഷയുള്ളവനായിരിക്കണം. എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹം മനസ്സിൽ വേണം. ഏതു മനുഷ്യനും നന്മയുണ്ടാകണമെന്ന ചിന്ത വേണം മനസ്സിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദീനു അന്നസീഹത്തു. അതിന് സമാനമായ ഒരു ഹദീസ് വളരെ അപൂർവമാണ്.
പിന്നെ അൽ ഹജ്ജു അറഫ വേണമെങ്കിൽ നമുക്കതുപോലെ സമാനമായിട്ടൊന്ന് കാണാം. നബി തങ്ങൾ പറഞ്ഞു അദ്ദീനു അൻ നസീഹത്തു, ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലൊരു ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയും ഗുണകാംക്ഷയാണ് ദീൻ. ഗുണത്തെ കാക്ഷിക്കുക, എല്ലാ മനുഷ്യർക്കും നന്മ ഉണ്ടാകണം എന്നാഗ്രഹിക്കുക. ഒരു വീട് കണ്ടാൽ അവർക്ക് നല്ലതുണ്ടാകട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിക്കണം. ഒരു സ്ഥാപനം കണ്ടാൽ നന്നായി വരട്ടെ, ആ സ്ഥാപനം ഭംഗിയാകട്ടെ എന്ന് വിചാരിക്കണം. ഗുണകാംക്ഷ വേണം. തീല അപ്പോൾ ചോദിച്ചു, നബിയെ ആരോടൊക്കെയാണ് ഗുണകാംക്ഷ ഉണ്ടാകേണ്ടത്? ഖാല ലില്ലാഹി വലി റസൂലിഹി വലി കിതാബിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വ അമ്മത്തിഹിം. 5 നിലയ്ക്കുള്ള ഗുണകാംക്ഷ. ഒന്ന്, അള്ളാഹുവിനോട് ഗുണകാംക്ഷ വേണം. അള്ളാഹുവിനോട് ഗുണകാംക്ഷ വേണമെന്ന് പറഞ്ഞാൽ വിശദമായി പറയേണ്ടതുണ്ടാകും. പടച്ചോനക്ക് ഗുണമുണ്ടാകണം നമ്മൾ ആഗ്രഹിക്കാമെന്നല്ല, അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങളോട് ഗുണകാംക്ഷ ഉണ്ടാകണമെന്നാണ് പറഞ്ഞതിനർത്ഥം. ദുനിയാവിൽ അള്ളാഹു കുറച്ച് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദുനിയാവിലെ മനുഷ്യൻ കള്ളുകുടിക്കാതെ ജീവിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. ദുനിയാവിൽ പിടിച്ചുപറി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു. ദുനിയാവിൽ കള്ളവും ചതിയും വഞ്ചനയും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളോടെല്ലാം ഗുണകാംക്ഷാപരമായ നിലപാടുണ്ടാകണമെന്നാണ് ഒലി റസൂലിഹി, ബഹുമാനപ്പെട്ട സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആ ദീനിനോട്, തെരീഖയോട്, ആ മാർഗത്തോട് ഗുണകാംക്ഷ വേണം. 3, ഒലി കിതാബിഹി, പരിശുദ്ധ ഖുർആനിനോട് നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണം. പിന്നെ വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമുമാരോട് നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണം. ഇമാമുമാരോട് ഗുണകാംക്ഷ വേണം. ആമ്മത്തിഹിം, ഏതൊരു മുസ്ലിമിനോടും ഗുണകാംക്ഷ വേണം. ഇതിൽ അള്ളാഹുവും റസൂലും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പരിശുദ്ധ ഖുർആനിനോട് ഗുണകാംക്ഷ വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ലോകത്ത് എന്നെന്നും നിലനിർത്താൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തു. ബനി ഇസ്രായേലിനെ പോലെ ജനങ്ങളിലേക്ക് കൊടുത്തിട്ടില്ല. അള്ളാഹു നടത്തും. നമ്മൾ ആരുമില്ലെങ്കിലും ഈ ഖുർആൻ ഇവിടെ നടക്കും. അതിന് തെളിവാണ്, ഒരു കാലഘട്ടത്തിൽ ഈ ദീനിനെ വിമർശിച്ചിരുന്ന നാട്ടിലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ദീൻ പ്രചരിക്കുന്നത് എന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കടന്നേക്കരുതെന്ന് പറഞ്ഞ പ്രദേശങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടേക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത്. എന്നാൽ ആ പരിശുദ്ധ ഖുർആനോട് നമുക്ക് ഗുണകാംക്ഷയുണ്ട്. ഖുർആൻ ഇവിടെ നിലനിൽക്കണം, അതിൻ്റെ കൃത്യമായ ഹിഫ്ള് നടക്കണം. ഉമ്മത്ത് കാലാകാലങ്ങളിൽ ഖുർആനിൽ നിന്ന് അകന്നു പോകരുത്. അതിനാവശ്യമായ മദ്രസകൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഖിദ്മത്തുകൾ ഉണ്ടാകണം, അതിനോട് സ്നേഹം വേണം, അതിനോട് ദുആ ചെയ്തു കൊടുക്കണം, അതിന് സഹായകമായ നിലപാട് സ്വീകരിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഭാഗവാക്കായി നിൽക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ അറിയാം, ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ ഈ കാലഘട്ടത്തിലുള്ള പ്രയാസം ചെറുതല്ല. ഒന്നാമത് ജനങ്ങളുടെ സാമ്പത്തികാവസ്ഥ മാറിപ്പോയി, ജനങ്ങളുടെ ദീനിനോടുള്ള കാഴ്ചപ്പാട് മാറിപ്പോയ സ്ഥിതിക്ക് ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതിൻ്റെ ഇടയിൽ ഒരു വിധത്തിലുള്ള പരസ്യവുമില്ലാതെ, ഒരു വിധത്തിലുള്ള മറ്റ് യാതൊരു സ്ഥാപനത്തിൻ്റെ സാധാരണ നമ്മൾ കാണുന്ന ഏർപ്പാടുകളൊന്നുമില്ലാതെ വളരെയേറെ ഉയർന്ന ആഗ്രഹത്തോടു കൂടി ഇവിടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ഹിഫ്ള്, അതും ബഹളങ്ങളില്ലാതെ ശാന്തമായ സുന്ദരമായ വറബഅത്തിനെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഇത് ഉയർന്ന ഈ കുന്നിൻ്റെ മുകളിൽ ശാന്തമായ നിലയ്ക്ക് ഒരു വലിയ സ്ഥാപനം നടന്നു പോവുകയാണ്. ഈ സ്ഥാപനം ഒരു കാര്യം സത്യമാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനോടും ഖുർആനിനോടുമുള്ള ഈ ബഹുമാനപ്പെട്ട സഹാബാക്കൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുലർത്തിയ ഉയർന്ന ഗുണകാംക്ഷയുടെ ഭാഗമാണ്. ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖുർആനിനോടുള്ള ഗുണകാംക്ഷയുടെ നിർവഹണമാണ്. അള്ളാഹു ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ബഹുമാനായ ബാവുക്കുട്ടിക്കാട് നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഇതിൻ്റെ മറ്റ് ഉമറാക്കൾ, ബഹുമാനായ അൻവർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഉസ്താദുമാർ, അവർക്കെല്ലാം അള്ളാഹു നിറഞ്ഞ പ്രതിഫലം നൽകുമാറാകട്ടെ. നാളെ ഒരു മനുഷ്യനെ അങ്ങോട്ട് ഖബറിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ പടച്ചോനെ ഒരു സുബ്ഹാനല്ലാഹും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു സമയമുണ്ട്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ല നല്ല മനുഷ്യന്മാർക്കൊന്നും ആ ദുഃഖത്തിൻ്റെ കാര്യമില്ല, ഒക്കെ മോശപ്പെട്ട ആളുകളല്ലേ, ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടായിരുന്നെങ്കിൽ? അങ്ങനെയല്ല, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ, നമ്മുടെ കൂടെ ബെഞ്ചിൽ ഇരുന്ന ആളുകൾ, നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ചവനൊക്കെ സ്വർഗത്തിൽ വലിയ വലിയ സംവിധാനങ്ങളിൽ ഇരിക്കുമ്പോൾ പടച്ചോനെ ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പും കൂടെ മുകളിലോട്ട് കയറാമായിരുന്നല്ലോ എന്ന് കൊതിച്ചു പോകുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നാളെയിൽ
ഇതിൻ്റെ നടത്തിപ്പുകാർക്ക്, പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ട് പരിസരത്ത് അടക്കപ്പെട്ടിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ തന്നെ കാര്യദർശിയായിരുന്ന, എനിക്ക് ഒരുപാട് മാനസിക ബന്ധവും അടുപ്പവും കടപ്പാടുമുള്ള ബഹുമാന്യനായ ബാവുക്കുട്ടിക്കാട് ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് ഹാജി അവർ ഉൾപ്പെടെ അള്ളാഹു അവരുടെ എല്ലാം പരലോകത്തിൻ്റെ ഉന്നതമായ വിജയത്തിന്, പ്രത്യേകിച്ച് ബാവുക്കുട്ടിക്കാട് മാതാപിതാക്കൾ, അവരുടെ ബന്ധുജനങ്ങൾ, അവരുടെ മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഗുണകാംക്ഷികൾക്കെല്ലാം ആഖിറത്തിൽ വലിയ പ്രകാശത്തിൻ്റെ ഉടമകളായി മാറാനും ഉയർന്ന സ്വർഗത്തിലേക്ക് എത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി ഈ അമലിനെ അള്ളാഹു കാരണമായി കബൂൽ ചെയ്യട്ടെ. ഇവിടെ നമ്മളുടെ സാമ്പത്തികമായി കൊടുക്കുക എന്ന് മാത്രമല്ല, മനസ്സിൻ്റെ ഒരു ഗുണകാംക്ഷയും കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ഞാൻ പറഞ്ഞതുപോലെ അതുകൊണ്ട് എല്ലാവരും കൂടുതൽ നല്ല മനസ്സോടെ സ്ഥാപനത്തെ നോക്കിക്കാണണമെന്നും എല്ലാ മഹാന്മാരും ദുആ ചെയ്യണം. ഇപ്പോൾ ബറാഅത്തിൻ്റെ ഉയർന്ന രാവ് വരാൻ പോകുന്നു, റമളാൻ വരാൻ പോകുന്നു. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട അമലാണ്. ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും, രണ്ട് മദ്ഹബിലും ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ ഉയർന്ന അമല ഒരു രാവാണ്, ചെറിയതല്ല. ഞാൻ ഓർത്തു പോണ ഹനഫി മദ്ഹബിൽ മന്ദൂബാത്തുകളിൽ എണ്ണിയിരിക്കുകയാണ്. അന്ന് രാവിന് വേണ്ടി കുളിക്കണമെന്ന് വരെ സുന്നത്തായ, ഏത് പെരുന്നാളിന് കുളിക്കൽ സുന്നത്തായതുപോലെ ഹനഫി മദ്ഹബിൽ ബറാഅത്ത് രാവിലെ കുളിക്കൽ സുന്നത്താണ്. അത്രയും സുന്നത്ത് ഞാൻ മന്ദൂബ്. അത്രയും ഉയർന്ന ഒരു രാവ് ഈ തിങ്കളാഴ്ച അസ്തമിച്ച് വരാൻ പോവാണ്. ആ രാവ് കേവലം ഭക്ഷണത്തിൻ്റെ രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. അള്ളാഹുൽ ഉയർന്ന റഹ്മത്തിൻ്റെ ബറക്കത്തിൻ്റെ, പടച്ചവൻ ഉമ്മത്തിന് നൽകേണ്ട വലിയ വലിയ ഫളിൻ്റെ വഴികളെ അള്ളാഹു തുറന്നു തരാൻ ഈ രാവ് കാരണമാകട്ടെ. ലോകത്തെമ്പാടും അള്ളാഹു സമാധാനം നിലനിർത്താൻ ഈ രാവും ഇതുപോലുള്ള അമലുകളും അള്ളാഹു കാരണമാക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മുൻഗാമികൾക്കെല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഉയർന്ന ദറജാത്തുകൾ നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്, സാധാരണ എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞിങ്ങനെ പോകാനല്ല, അങ്ങനെ ആരും വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിവാകാൻ വേണ്ടിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവസാനം വരെ ഇരുന്ന ആളാണ്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഈ മൂപ്പരോട് ശഫാഅത്ത് ചെയ്തിരുന്നു, എന്നെ വന്നാലൊന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല നിലയ്ക്ക് ദുആ ചെയ്യണം. ഈമാനിയായ സലാമത്തിനും അമാലിയായ ബറക്കത്തിന് വേണ്ടിയും കുടുംബത്തിൻ്റെ ഖൈറ് ബറക്കത്തിന് വേണ്ടിയും സർവ്വോപരി നല്ല മൂമിനായി ജീവിച്ച് നല്ല മൂമിനായി മരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ നസീഹത്തും കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന് വേണ്ടി ദീർഘനാൾ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തത് ബഹുമാനപ്പെട്ട VH ഉസ്താദ് അവറുകളെ ഞാൻ ആദരപൂർവ്വം നസീഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. KL 06 F1985 വാഹനം ഒന്ന് മാറ്റിക്കൊടുക്കണം. അതെവിടെയാണ്? KL 6 F1985 85. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹു മൗലാനൽ അദീം. മഹത്തരമായ ഈ മജ്ലിസിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, പ്രത്യേകിച്ചും ഈ സദസ്സ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ അൻവർ ഉസ്താദ് ഉൾപ്പെടെ
വലിയൊരു പരിപാടിയുടെ ആദ്യത്തെ സെഷനാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ സനദ് ദാനം, അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണം, പിന്നെ വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ, മറ്റ് പരിപാടികളൊക്കെ നടക്കാനിരിക്കുകയാണ്. മഗ്‌രിബിന് മുമ്പുള്ള സെഷനിൽ നടന്നു പോകേണ്ട കാര്യങ്ങളുടെ ഏകദേശ സമാപനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 6:30 മഗ്‌രിബിൻ്റെ സമയമാണ്. ഏതാനും മിനിറ്റുകളാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് എത്താനുള്ളത്. അള്ളാഹുവിൻ്റെ പള്ളിയിലായതുകൊണ്ട് നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് മനസ്സിലും വായിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വലിയ സൗഭാഗ്യമാണ് ഇരുത്തം. ഇരുത്തം തന്നെ സൗഭാഗ്യമാണ്. ആ ഇരുത്തത്തിൽ നമ്മൾ കേൾക്കുന്നത് ലോകത്തെ ഏറ്റവും വിലപ്പെട്ട സൗഭാഗ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇൽമാണ്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സൗഭാഗ്യം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിധി കൊണ്ട് അല്ലെങ്കിൽ നിശ്ചയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗം ഹാഫിളീങ്ങളെയും അവരുമായി ചേർന്ന് നിൽക്കുന്ന അവരുടെ ഉസ്താദുമാർ അല്ലെങ്കിൽ അവരുടെ മുർശിദീങ്ങളെയുമാണ്. എങ്ങനെ ചിന്തിച്ചാലും എങ്ങോട്ട് നോക്കിയാലും നന്മയുടെ മാത്രം ഒരു സമ്മേളനമാണ്, ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മയുടെ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരിക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ്, അതൊരു അത്ഭുതമല്ല. ആ കുറഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്പർ തെറ്റാതെ നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? SIR-ൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണത്തിൽ നമ്മൾ പതറിപ്പോകാതെ, ചെതറിപ്പോകാതെ, തെറിച്ചു പോകാതെ, അകന്നു പോകാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? അത് നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഒരു വിജയപരാജയത്തിൻ്റെ മാറ്റുരയ്ക്കുന്നൊരു സമയമാണ്. ദീനുൽ ഇസ്ലാം അതിൻ്റെ കാര്യങ്ങൾ ക്രമേണ അതിങ്ങനെ താഴേക്ക് പോകും. അതാണ് അതിൻ്റെ ഒരവസ്ഥ. ആ അവസ്ഥയിൽ അങ്ങനെ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ കാലിടറാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരിൽ, കാല് തെന്നിപ്പോകാതെ ഉറച്ചിരിക്കാൻ മനസ്സ് തയ്യാറാക്കുന്നവരിൽ നമ്മളുണ്ടോ എന്നതാണ് നമ്മളുമായി സ്വയം ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ പരീക്ഷിക്കുന്നത് ആ നിലയ്ക്കാണ്. എല്ലാത്തിലും ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കുറേ ആളുകൾ ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നു. ആ കൂടെ നിന്നവരെല്ലാം പോയി, കൂടെ ഞാനും പോയി. അതാ ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് കാര്യം. ഞാൻ പോയത് കൃത്യമായിരുന്നോ? പോകുന്നതായി ഞാൻ കണ്ടവരുടെ ചേരൽ കൃത്യമായിരുന്നോ? ആ കൃത്യതയിലേക്കാണോ ഞാനും ചേർന്നത് എന്ന് അന്വേഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അതിൽ പങ്കാളിത്തം ചേരുമ്പോഴാണ് അത് ഉത്തരവാദിത്വപൂർണമായ ഒരു സഞ്ചാരം അല്ലെങ്കിൽ ഒരു യാത്രയാവുകയുള്ളൂ. മറ്റത് ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ള ഒരു സാധാരണ സംവിധാനം മാത്രമേ ആവുകയുള്ളൂ. ഇതൊരു കാലഘട്ടത്തിൽ, നമ്മുടെ പൂർവീയ കാലഘട്ടത്തിൽ ശക്തമായ നിലപാടുകളായിരുന്നു. എല്ലാവരും പോകുന്ന വഴിക്ക് പോകാമെന്നവർ ചിന്തിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ എല്ലാവരും പോണ വഴിക്ക് പോകാം എന്ന് ചിന്തിച്ചപ്പോൾ ഒഴുക്കിനെതിരെ നീന്തിയവരാണ് അന്നും ഇന്നും നമ്മുടെ നേതാക്കളായി നമ്മൾ മനസ്സിലാക്കുകയും നേതൃത്വമായി അംഗീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഒഴുകിയവരൊന്നും
ശരിയായ വഴിയിലായിരുന്നില്ല എന്നാണ് പിന്നീട് സംഭവങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവരൊക്കെ നമ്മുടെ നാളിതുവരെ നമ്മൾ അങ്ങനെയല്ലേ പോയി, അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദീനിലേക്ക് ദഅവത്ത് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ പൂർവികരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ആ വഴിക്ക് പോവുകയാണ്. മാറിയെന്ന് ചിന്തിക്കാനോ കാര്യങ്ങൾ ബോധ്യപ്പെടാനോ അവർ തയ്യാറായില്ല. മൈക്കൊന്ന് തുറന്നു വെച്ചാൽ അത്രയ്ക്ക്. പൂർവികരായ ആളുകൾ അങ്ങനെ പോയപ്പോൾ വജദ്നാ അലൈഹി ആബാഅന, എന്താണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ എന്ന് ചോദിച്ചപ്പോൾ വജദ്നാ അലൈഹി ആബാഅന, പൂർവികരായ ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആ വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നും ഗവേഷണത്തിനോ നിരീക്ഷണത്തിനോ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മ ശരിയാണോ എന്ന് അന്വേഷിക്കാനൊന്നും പോയില്ല. ഞങ്ങളുടെ ഭൗതിക ജീവിതങ്ങളും ഭൗതികമായ കാര്യങ്ങളുമൊക്കെ നിർവഹിക്കുന്നതിനോടൊപ്പം അവർ പോയ വഴിയെ ഞങ്ങൾ പോയി എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഇനി അത് അവസാനവും പറയും. എല്ലാം കഴിഞ്ഞ അവസാനം ഒരു സ്ഥലത്ത് ചെല്ലുമല്ലോ. ഇതിനെല്ലാം ശിക്ഷാരക്ഷകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും പരീക്ഷകളും എല്ലാം നടക്കുന്ന റിസൾട്ട് പറയുന്ന അവിടെയും ഈ ചർച്ച അവിടെ വരും. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ആലോചിക്കാൻ കഴിഞ്ഞില്ല. വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞതിന് ഞങ്ങൾ ഏറ്റുപറയുക മാത്രമാണ് ചെയ്തത്. ഞങ്ങളതിനെപ്പറ്റി പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്ന് അന്നും ഇത് ആവർത്തിക്കപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പോൾ പണ്ടൊരിക്കൽ അഥവാ നമ്മുടെ തുടക്കത്തിൽ ഏതൊരബദ്ധം പറഞ്ഞുകൊണ്ടാണോ സത്യമാർഗത്തിൽ നിന്ന് ദീനിൻ്റെ കൃത്യമായ വഴികളിൽ നിന്ന് ആളുകൾ മാറിപ്പോയിരുന്നത്, അതുപോലത്തെ ഒരു ദുരവസ്ഥ അവസാന കാലഘട്ടത്തിലും ഖിയാമത്ത് നാളിലും മനുഷ്യൻ വരുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അവിടെ വ്യതിരിക്തമായി നിൽക്കാൻ, മാറി നിൽക്കാൻ, പ്രത്യേകത കണ്ട് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ അത് സാധിച്ചവരാണ് മോമിനീങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ. ആ ഭാഗ്യം ലഭിച്ചവരാണ് പരിശുദ്ധ ഖുർആൻ്റെ വക്താക്കളായി വന്നത്. ആ ഭാഗ്യം ലഭിച്ചവരാണ് ഇസ്ലാമിൻ്റെ വക്താക്കളായി വന്നത്. അങ്ങനെ ഭാഗ്യം ലഭിച്ച ചുരുക്കം ചില ആളുകളാണ്. അല്ലാഹുമ്മ റളിയൻ അമീറുൽ മുഅ്മിനീൻ അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ലോകത്തുള്ള എമ്പാടും മുസ്ലിം മിമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം ഒരേ ഒരു പേര് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അത് മാറി നിന്ന ഒരാളാണത്. അത് മാറി നിന്നവരിൽ ഒരാളാണത്. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പാരമ്പര്യവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിദ്ദീഖുൽ അക്ബറിൻ്റെ പിതാവ്, ഞാൻ ചുരുക്കുകയാണ്, വിഷയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സിദ്ദീഖുൽ അക്ബറിൻ്റെ പിതാവ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ പലയാവർത്തി നിർദ്ദേശങ്ങളും നസീഹത്തുകളും ദഅവത്തുകളും എല്ലാം നടന്നിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു വരാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിയായിരുന്നു. ആവശ്യപ്പെടുമ്പോൾ ഹദീസിൻ്റെ ഭാഷ്യങ്ങളിൽ തന്നെ വളരെ മോശമായ പദപ്രയോഗത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളാണ് ആ സ്വന്തം മകനോട് ജന്മം നൽകിയ പിതാവ് പോലും പറഞ്ഞത്. നമ്മളൊക്കെ അങ്ങനെ പറയാൻ ഒരിക്കലും പാടില്ലാത്തതും അത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ അവരെയൊക്കെ നമ്മൾ മോശമായ രീതിയിൽ അനുസരണയില്ലാത്ത മകനെന്നല്ല, അതിനേക്കാളത്തെ അപ്പുറത്തേക്ക് എന്തെല്ലാം പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് മുദ്രയടിച്ച് മോശപ്പെട്ടവനായി മാറ്റി നിർത്തപ്പെടാൻ മാത്രം പോരുന്ന വാക്കുകൾ. ആ വാക്കുകൾ അറബിയിലായി അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സിദ്ദീഖുൽ അക്ബറിൻ്റെ ചരിത്രങ്ങളിൽ. അത്രയും മോശപ്പെട്ട വാക്കുകളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ ഈ ദർശനങ്ങളിൽ, ഈ കാഴ്ചപ്പാടുകളിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ സ്ഥാനം കിട്ടിയത് പ്രകാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ സൗഭാഗ്യം തൻ്റെ പ്രിയപ്പെട്ട പിതാവിനും ലഭിക്കട്ടെ, താൻ നേടാൻ പോകുന്ന നേട്ടങ്ങൾ തൻ്റെ പിതാവും ആസ്വദിക്കട്ടെ,
സ്വർഗീയമായി ലഭിക്കാൻ പോകുന്ന സുഖസൗകര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനും ഉണ്ടാകട്ടെ. ഞാൻ മണിമേടകളിൽ ഉല്ലസിക്കുമ്പോൾ ഹബീബിനോടൊപ്പം എൻ്റെ പിതാവും ആ മണിമേടകളിൽ ഉല്ലസിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഏതൊരു മകൻ്റെയും ആഗ്രഹമാണത്, ഏതൊരു നല്ല മകൻ്റെയും ആഗ്രഹമാണത്. തിരിച്ചാഗ്രഹിക്കുന്നതല്ല മകൻ്റെ ആഗ്രഹമാകേണ്ടത്. ഇങ്ങനെ ആഗ്രഹിച്ച മകൻ ആ താല്പര്യത്തിൻ്റെ പേരിൽ പോയി സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് ആ വഴിയിലേക്ക് വരാൻ പ്രതിസന്ധികളാണ്. മനസ്സിലേക്ക് അതിനുള്ള ഇടം കിട്ടിയില്ല. ആ ഇടം കിട്ടിയവരാണ്. അദ്ദേഹത്തിൻ്റെ അബൂ ഖുഹാഫയുടെ മകൻ്റെ പേരാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ മെമ്പറിലും സമാനമായ സർവ്വ മെമ്പറുകളിലും ലോകത്തിൻ്റെ എമ്പാടും ദേശങ്ങളിൽ എവിടെയൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളുണ്ടോ, എവിടെയൊക്കെ അല്ലാഹു അക്ബറിൻ്റെ അനുയായികളുണ്ടോ, എവിടെയൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അനുയായികളുണ്ടോ, എവിടെയൊക്കെ പരിശുദ്ധമായ ഖുർആനിൻ്റെ അനുയായികളുണ്ടോ, അവരുടെയൊക്കെ മെമ്പറുകളിൽ ആദ്യമായി ദുആക്ക് വേണ്ടി ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിൽ ആദ്യം പറയുന്ന പേര് അബൂബക്കർ സിദ്ദീഖിൻ്റെയാണ്. അവിടെ നമ്മൾ തർളിയത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഒഴുകിപ്പോയ ഒഴുക്കിനെതിരെ ഞങ്ങളങ്ങനെ എല്ലാവരും പോകുന്നത് കണ്ടു, അതിൻ്റെ കൂടെ ഞങ്ങളും പോയി എന്ന് പറഞ്ഞ ഒഴുക്കിനെതിരെ മാറി നിന്ന് സത്യത്തിൻ്റെ വഴികളും സത്യത്തിൻ്റെ വചനങ്ങളും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്ത ഒരു വിഭാഗത്തെ നമ്മൾ മാറ്റിക്കാണുമ്പോൾ അവർ ഇന്ന് ലോകത്തിൻ്റെ കാണപ്പെടാത്ത ഏറ്റവും വലിയ നേതാക്കളായി അറിയപ്പെടുകയാണ്, അല്ലെങ്കിൽ ആദരിക്കപ്പെടുകയാണ്. അതാണ് ലോകത്തുണ്ടായ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളിലേക്ക് വഴി തെളിയിച്ച ഏറ്റവും വലിയ വഴിത്താര എന്ന് പറയുന്നത് ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു വഴിത്താര എന്ന് പറയാവുന്ന ഒരു സംഗതി വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിൻ്റെ ബാലപാഠങ്ങളും അതിൻ്റെ തുടർന്നുള്ള പാഠങ്ങളും അതിൻ്റെ ഭൗതികമായ പാഠങ്ങളും ഉഖ്റവിയായ പാഠങ്ങളും എല്ലാ പാഠങ്ങളും മനുഷ്യൻ്റെ മുന്നിലേക്ക് വച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചത് പ്രകാരം ബുദ്ധിയുള്ള ആളുകൾക്ക് അത് നന്മയുടെ വഴിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരതിലേക്ക് ചേരുകയും ചെയ്തു. ആ ചേർന്നവരാരും ഒന്നും കിട്ടിയിട്ട് ചേർന്നതല്ലല്ലോ. ഈ പറയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ആണെങ്കിലും ഉമർ ഫാറൂഖ് ആണെങ്കിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെങ്കിലും അലി ഇബ്നു അബീ താലിബ് ഇവരാരും റളിയല്ലാഹു അൻഹും ബാക്കിയുള്ളവരാരും അവർക്കെന്തെങ്കിലും കിട്ടിയതുകൊണ്ട് ചേർന്നതല്ല. സമ്മാനങ്ങൾ കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടോ അല്ല. മറിച്ച് ഖുറൈശികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, മുഹമ്മദേ നീ വിഷയം അവസാനിപ്പിക്കുക. ഈ ത്യാഗോജ്വലമായ ഒരു പ്രയോജനവും കിട്ടാത്ത നിൻ്റെ ജീവിതം തന്നെ കരിങ്കൽ പാറയിൽ തല്ലി തകർത്ത് കളയുന്ന ഈ പ്രവർത്തനം നീ അവസാനിപ്പിക്കുക. നിനക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നേക്കാം. അധികാരം, പണം, അതുപോലെ തന്നെ പ്രൗഢി, ഔന്നിത്യം. ഇനി അല്പം കൂടി കടന്നു വന്നാൽ നീ ആഗ്രഹിക്കുന്ന സുഖജീവിതങ്ങളുടെ ഏതെല്ലാം മേഖലകളുണ്ടോ നീ ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ തരാൻ തയ്യാറാണ്. പക്ഷേ നീ ഇതിൽ നിന്ന് പിന്മാറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃവ്യനായി തന്നെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ആ പിതൃവ്യനോട് പറഞ്ഞത്, മൂത്താപ്പയെ ശുപാർശ വെച്ചുകൊണ്ടാണ് അവരിത് പറഞ്ഞത്. മോനോടൊന്ന് മാറി നിൽക്കാൻ പറയണം. അബൂതാലിബിനോട് വലിയ സ്നേഹമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. 18 മക്കളുള്ള അബൂതാലിബിന് 19ാമത്തെ വളർത്തുമോനായി, ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ മോൻ വളർത്തുമോനായി വരുമ്പോൾ ആ 19 മക്കളുടെ കൂട്ടത്തിൽ 18 പേരോടില്ലാത്ത അമിതമായ സ്നേഹവും വാത്സല്യവും വന്നു കയറിയ വളർത്തുമോനായ പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ചലനത്തിൽ, നടത്തത്തിൽ, സുരക്ഷയിൽ, ആരോഗ്യത്തിൽ, രോഗം വരുന്ന വിഷയത്തിൽ, ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ വന്നിച്ച് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഭയങ്കര സുരക്ഷയായിരുന്നു. അതുകൊണ്ട് അബൂ താലിബ് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി ആ മകൻ അനുസരിക്കുമായിരുന്നു. ശത്രുക്കൾ പോയി പറഞ്ഞു മൂത്താപ്പ പറഞ്ഞ ആ മോനെന്തായാലും അനുസരിക്കാതിരിക്കില്ല. മൂത്താപ്പയുടെ വത്സല പുത്രനാണ്. മൂത്താപ്പയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ മകൻ്റെ സർവ്വ താല്പര്യങ്ങളും മകൻ വച്ച് കീഴടങ്ങും. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ, ഈ ദഅവത്തെന്ന് പറയുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്ന, തറവാടിന് മാനക്കേടുണ്ടാക്കുന്ന,
നമ്മുടെ സംവിധാനങ്ങൾക്ക് മാനക്കേടുണ്ടാക്കുന്ന, നമ്മുടെ അറേബ്യൻ രാജ്യത്തിന് മാനക്കേടുണ്ടാക്കുന്ന, അവരുടെ ഭാഷയിൽ തന്നെ പരിശുദ്ധമായ കഅബയ്ക്ക് മാനക്കേടുണ്ടാക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്നും മാറാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ മൂത്താപ്പ അത് ചെയ്യേണ്ടി വന്നു. അവരുമായിട്ടുള്ള സംഘത്തിൻ്റെ പേരിൽ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂത്താപ്പ എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കാം മൂത്താപ്പ പറയുന്നത്, പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രം സൂര്യനെ വലം കയ്യിലും ചന്ദ്രനെ ഇടം കയ്യിലും വച്ച് തന്നുകൊണ്ട് അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് തന്നാലും പിന്മാറുകയില്ല മൂത്താപ്പ, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ പരിശ്രമത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ അമൂത്ത ദൂനഹു, ഈ പരിശ്രമത്തിൻ്റെ മുന്നിൽ മരിച്ചു വീഴുക തന്നെ ചെയ്യും, ആ കാര്യത്തിൽ മാറ്റമില്ല എന്ന് അവിടെ വരെ പറയാൻ മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാടുകൾ മുന്നോട്ട് നിന്നപ്പോഴാണ് ഇന്ന് ലോകം മുഴുവൻ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും വളരെ അങ്ങേയറ്റം പരുഷമായ, അങ്ങേയറ്റം നിർജ്ജലീകരണം ഉള്ള, ജലത്തിൻ്റെ യാതൊരു അംശവുമില്ലാത്ത, ഉണങ്ങി വരണ്ട കടുകട്ടിയായ കരിമ്പാറയെപ്പോലെ കട്ടിയായ ചില ഹൃദയങ്ങൾ ഒഴിച്ച് ബാക്കി ശത്രുഭാഗങ്ങളിൽ നിന്നുപോലും മുഹമ്മദാണ് ലോകത്തിൻ്റെ നേതൃത്വമെന്ന് പറയാൻ അവരുടെ നാവ് പൊങ്ങിയില്ലെങ്കിലും മുഹമ്മദാണ് ലോകത്തിൻ്റെ മാതൃക എന്ന് പറയാൻ അവർക്കൊരു ധൈര്യക്കുറവും വരുന്നില്ല. അവരത് പറഞ്ഞു പോവുകയാണ്. എന്താണ് കാരണം? ഒഴുക്കിനെതിരെ നീന്തിയതാണ് കാരണം. ഞാൻ വിഷയം അവസാനിപ്പിക്കുന്നു, തിരിച്ചു വരികയാണ്. അതുകൊണ്ട് ലോക ജനത ഇന്ന് ഒഴുക്കുകളെല്ലാം ഭൗതികതയിലേക്കാണ്, ഒഴുക്കുകളെല്ലാം ആത്മീയതയ്ക്ക് വിരുദ്ധമാണ്, ഒഴുക്കുകളെല്ലാം പള്ളികൾക്ക് പുറത്താണ്, അല്ലെങ്കിൽ പള്ളികളുടെ പുറത്തേക്കാണ്, ഒഴുക്കുകളെല്ലാം മദ്രസകൾക്ക് പുറത്തേക്കാണ്, ഒഴുക്കുകളെല്ലാം അറബി കോളേജുകൾക്ക് പുറത്തേക്കാണ്. ആ രീതിയിൽ ഒഴുക്കുകളങ്ങനെ സർവശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും അങ്ങോട്ടൊഴുകുന്നു എന്ന് പറയുന്നതിനു പകരം നേരത്തെ പറഞ്ഞ മാതൃകാ പുരുഷന്മാരുടെ ഓർമ്മയിലും സ്മരണയിലുമായി അല്ല, ഞാൻ ഒഴുക്കിനെതിരെ നീന്തുകയാണ്. എന്തിനാ? ലോകഗുരുവിൻ്റെ അനുയായികളുമായി ഈ ലോകത്ത് ഉണ്ടാക്കി വച്ച ഇസ്ലാമിക സത്യത്തിൻ്റെയും നീതിയുടെയും വിപ്ലവം, അത് പരിശുദ്ധ ഖുർആനിൻ്റെ വിപ്ലവം, അത് പരിശുദ്ധ ഹദീസിൻ്റെ വിപ്ലവം, പരിശുദ്ധ സഹീഹുൽ ബുഖാരിയുടെ വിപ്ലവം, സഹീഹ് മുസ്ലിമിൻ്റെ വിപ്ലവം, സിഹാഹു സിത്തയുടെ വിപ്ലവം, ഫുഖഹാക്കളുടെ ഫിഖഹിൻ്റെ വിപ്ലവം, ഈ വിപ്ലവം ലോകത്ത് നിലനിർത്താൻ എൻ്റെ ഭൗതികമായ നോട്ടങ്ങൾ, അന്ന് ഹബീബ് പറഞ്ഞില്ലേ നേട്ടങ്ങൾ, അവർ സൂര്യനെ എൻ്റെ വലങ്കയിലും ചന്ദ്രനെ എൻ്റെ ഇടങ്കയിലും വെച്ചാൽ എന്താണ് അതിനർത്ഥം? നിനക്ക് ഈ ഭൂമി ലോകത്തിൽ എന്താവശ്യമുണ്ടോ അത് മുഴുവൻ തരാമെന്നാണ്. ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ലല്ലോ, അത് വാക്കുകളിൽ തുറന്നു പറയേണ്ട കാര്യമില്ല. നിനക്ക് ഈ ഭൂമിയിൽ എന്താവശ്യമുണ്ടോ അത് മുഴുവനും നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ എത്തിച്ചു തരാം. അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് പറഞ്ഞപ്പോൾ ആ ഹബീബ് സ്വന്തം മൂത്താപ്പയോട് ഒരു വാക്കുകൊണ്ട് പോലും എതിര് പറയാത്ത, സ്വന്തം ജനിപ്പിച്ച 18 മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹവും വാത്സല്യവും വന്നു കയറിയ എനിക്ക് തന്ന ഈ മൂത്താപ്പയുടെ മുഖത്ത് നോക്കി, നടക്കില്ല മൂത്താപ്പ, അമൂത്ത ദൂനഹു, ഈ പരിശ്രമത്തിൽ, ഈ ത്യാഗത്തിൽ ഞാൻ മരിച്ചു വീഴുകയുള്ളൂ എന്ന് പറയാൻ അതിനുള്ള ആർജവവും അതിനുള്ള ഈമാനും അതിനുള്ള ശക്തിയും കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോൾ വസ്ത്രം വാങ്ങിപ്പോയ 18 മക്കളെ, ഈ അവസരത്തിൽ ഈ പരിശുദ്ധമായ മഗ്‌രിബിൻ്റെ സമയം എത്തുകയാണ്. ഷഅബാനിൻ്റെ രാവുകളാണ് വരാൻ പോകുന്നത്, ബറാഅത്തിൻ്റെ രാവുകളാണ്. ഈ പവിത്രമായ സമയങ്ങളിൽ അതിനുവേണ്ടി തയ്യാറായി വന്ന ഈ മക്കളെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് തീർന്നില്ല. ആ 12 മക്കളെ 12 മക്കളാക്കി ഇവിടെ അവതരിപ്പിക്കാൻ വേറെ 2 പേരുള്ള 24 പേര് വേറെയുണ്ട്. ഓരോരുത്തർക്കും 2 പേര് വച്ച് 24 പേര് മിനിമം കൂടെ വേറെ ഉണ്ടാവും. എന്നാലും മിനിമം 24 പേരുണ്ട്. അവരെയും ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ, പരിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ, ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, നേരത്തെ പറഞ്ഞ സിദ്ദീഖുൽ അക്ബറിൻ്റെ പേരിൽ, ഉമറുൽ ഫാറൂഖിൻ്റെ പേരിൽ, ഉസ്മാൻ്റെ പേരിൽ, അലിയുടെ പേരിൽ, അശ്റത്തുൽ മുബശ്ശറയുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ ഈ ദീനുൽ ഇസ്ലാം നിലനിർത്താൻ വേണ്ടി സർവ്വതും ത്യജിച്ച, പട്ടിണി
സ്വഭാവമായി വയറ്റത്ത് കല്ലും വച്ച് കെട്ടി പുറത്തേക്കിറങ്ങുമ്പോൾ ചുരുണ്ടുകൂടി പാമ്പിനെ പോലെ ചുരുണ്ടുകൂടി മുറ്റത്തേക്ക് ആ സുഫ എന്ന് പറയുന്ന മദീന പള്ളിയുടെ ചെരുവിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ പാമ്പിനെ പോലെ ചുരുണ്ടു വീണ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ആ പ്രിയപ്പെട്ട 12-24 ആളുകൾക്കും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായ എല്ലാവിധമായ എൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അവകാശം ഉണ്ടായിട്ടല്ല, എന്നാലും മനസ്സിൻ്റെ പ്രാർത്ഥനകളും ഈ ഇരിക്കുന്ന സമൂഹത്തിൻ്റെ നന്മയും നേർന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ അവരെ എല്ലാ നിലയിലും ആശംസിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് നിങ്ങളുടെ പാതയാണ് ശരി, നിങ്ങൾ തിരഞ്ഞെടുത്തതാണ് ശരി, നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടെത്തിയതാണ് വഴി, അതിൽ തുടരാൻ ഉറച്ചു നിൽക്കാൻ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ഉറച്ചു നിൽക്കാൻ ഈമാനോടുകൂടെ പ്രതിബദ്ധതയുള്ളവരാകുക. പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ നാളെ റബ്ബിൻ്റെ സന്നിധാനത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കൈയൊഴിയുന്ന ഒരു വിഭാഗം, അവിടെ ചെല്ലുമ്പോൾ ഏറ്റെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ഒന്നാം കിടക്കാരായി മാറാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് എൻ്റെ വ്യക്തിപരമായും ഈ സമൂഹത്തിൻ്റെ പേരിലും നിർദ്ദേശം ഉപദേശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് നമുക്ക് നൽകിയ നസീഹത്ത് നമുക്ക് ഇരുലോകത്തും ഉപകരിക്കുന്നതാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്തുള്ള വാക്കുകളാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു ഉസ്താദിന് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് നേതൃത്വം വഹിക്കുന്ന സ്ഥാപനങ്ങൾ അതുപോലെ സംഘടന എല്ലാത്തിനും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്രിബിൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. ഒളു ഉള്ളവർ ഇവിടെ തന്നെ ഇരിക്കുക. ഒളു ഇല്ലാത്തവർ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തേണ്ടവരും ആ കർട്ടൻ്റെ പുറത്തേക്ക് ഒറ്റ ആണുങ്ങളും പോകാൻ പാടില്ല, കർട്ടൻ്റെ ഇപ്പുറത്തേക്ക് ഒറ്റ സ്ത്രീകളും വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ